എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നമ്മളിന്ന് നാരായണത്തുകാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ലൈവ് ജ്യോതിഷം ഉണ്ടായിരുന്നു 4 മണിക്ക്. അപ്പോൾ ആ ലൈവ് സമയത്ത് 2 കോൾസ് വന്നതിനാൽ ആ കോള് കട്ടായിപ്പോയി. 9 മണിക്കാണ് ലൈവ് വരാം എന്ന് പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനായിട്ട് പേരും നക്ഷത്രം അയച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേരിൽ നമ്മൾ ഈ ജ്യോതിഷം നോക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ആരോടും വ്യക്തിപരമായിട്ട് കേൾക്കുന്നുണ്ടോ നോക്കി, ആരോടും നമുക്ക് പ്രത്യേകമായൊരു ഇതില്ല. അപ്പോൾ ആരാണോ അയച്ചു തരുന്നത് അവരുടെ കാര്യമാണ് നമ്മളപ്പോഴപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം എന്നിവ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അതിനകത്ത് എന്താണ് നമുക്കുള്ള വിഷയങ്ങൾ എന്നുള്ളത് ജ്യോതിഷപരമായിട്ടുള്ളത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരുപാട് പേര് നക്ഷത്രം അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈവിൽ വരുന്നവർ ഒരു നമ്പർ ഞാനിതിനകത്ത് നോട്ട് ചെയ്യാം. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ അയച്ചിട്ടുണ്ട്. നിങ്ങൾ പേര്, നക്ഷത്രം എന്നിവ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കി പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് ഉച്ച സമയത്ത് നമ്മൾ ലൈവ് 4 മണി സമയത്ത് ലൈവ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് കോൾ കയറി വന്നിട്ട് ആ ഫോണ് കട്ടായിപ്പോയി. അതുകൂടാതെ ഏകദേശം ഒരു 5 പേരോളം നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയും എല്ലാവരുടെയും കാര്യങ്ങൾ ആ സമയത്ത് നോക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ പേര്, നക്ഷത്രം അയച്ചു തന്നിട്ടുള്ള സുഹൃത്തുക്കളുടെ എല്ലാം പേരും നക്ഷത്രവും വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പം ലക്ഷ്മി VS നമുക്ക് പേര്, നക്ഷത്രം അയച്ചു തന്നിട്ടുണ്ട്. ആ ലക്ഷ്മിയുടെ നമുക്ക് നോക്കാം. 9-10-93 മുന്നേ ഒരു കസേര എടുത്തുകൊണ്ട് വാ. 9-10-93 9-10-93. അപ്പോൾ അനീഷ്, നിങ്ങളെല്ലാവരും വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല. ഫോണിൽ നമുക്കിപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെയും പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം എന്നിവ നിങ്ങൾ വാട്സപ്പ് ചെയ്യണം. വാട്സപ്പ് നമ്പർ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫേസ്ബുക്കിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാരായണത്തുകാവ് ക്ഷേത്രം ചങ്ങംകുളങ്ങരയിൽ വെച്ചാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 9-10-93 5:55 AM. ലക്ഷ്മി VS കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അദ്ദേഹം ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ കേൾക്കുക. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കക്ഷിയുടെ മാരേജുമായി ബന്ധപ്പെട്ടും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം നക്ഷത്രം കൊടുത്തിട്ടില്ല. ലക്ഷ്മി VS ഇവിടെ കാണുന്ന നക്ഷത്രം പറയാം. നിങ്ങൾ നക്ഷത്രം കൊടുക്കണമെന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രമാണെങ്കിൽ അപ്പോൾ അത് എളുപ്പത്തിന് നോക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ പറയുന്നത്. പുണർദ നക്ഷത്രമാണ് കാണിക്കുന്നത്. 31 വയസ്സ് 4 മാസമായിട്ടുണ്ട്. എബൌട്ട് മാരേജ് ആൻഡ് ന്യൂ ജോബ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 31 വയസ്സുള്ളതുകൊണ്ട്, ലക്ഷ്മിക്ക് 31 വയസ്സുള്ളതുകൊണ്ട് അദ്ദേഹം നേരത്തെ വിവാഹിതയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നില്ലല്ലോ. അപ്പം എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നില്ലാത്തവർ കേൾക്കുന്നില്ല എന്ന് മെസ്സേജ് അയക്കണം. അപ്പോൾ ലക്ഷ്മിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ ജാതകപ്രകാരം അദ്ദേഹം വിവാഹിതയാണോ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മാരേജ് സംബന്ധമായിട്ട് ചോദിക്കുമ്പോൾ നമുക്കിപ്പോഴത്തെ ദശാപഹാര കാലം ഏതാണെന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ മറുപടി പറയുന്നത്. അപ്പോൾ നിലവിൽ ബുധൻ്റെ ദശയിൽ ബുധൻ്റെ തന്നെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാതകപ്രകാരം ബുധൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ലഗ്നാധിപനാണ്. നിലവിൽ ബുധൻ്റെ ദശാപഹാരപ്രകാരം അത് 2ാം ഭാവത്തിൽ നിൽക്കുകയാണ്, ധനസ്ഥാനത്തിരിക്കുകയാണ് ലഗ്നാധിപൻ. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവിലില്ല എന്നാണ് പറയുന്നത്. എങ്കിലും ഇച്ചിരി കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് കയറി കണ്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പേര്, നക്ഷത്രം അയച്ചു കഴിഞ്ഞാൽ, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം അയച്ചു കഴിഞ്ഞാൽ
നമുക്കതിനെക്കുറിച്ച് പറയാനൊക്കത്തില്ല. 18 വയസ്സ് ആയില്യം 18 വയസ്സെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്നുള്ളത് പോലും പറയുന്നില്ല. വിനയ് കുമാർ, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വാട്സപ്പ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലക്ഷ്മിയുടെ സമയം നോക്കിയിട്ട് ജാതകപ്രകാരം ഇപ്പോൾ അദ്ദേഹത്തിന് ബുധൻ്റെ ദശയിൽ ബുധൻ്റെ അപഹാരകാലമാണ്. 10ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് വിദേശ രാജ്യത്ത് പോകുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. 12ൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് സ്വദേശം വിട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട്. ആദിത്യനും വ്യാഴവും കൂടെ ലഗ്നരാശിയിൽ ജാതകപ്രകാരം നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയ മംഗല്യദോഷം കാണിക്കുന്നുണ്ട്. സന്യാസയോഗം പോലുള്ള യോഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ ചെയ്തിട്ട് മംഗല്യം നടത്തുന്നതായിരിക്കും ഉത്തമമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ജാതകപ്രകാരം മംഗല്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് എല്ലാം നമുക്ക് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അപ്പം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു പങ്കാളി വരാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ മംഗല്യം കഴിക്കാനൊക്കെയുള്ള യോഗം ജാതകത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജാതകപ്രകാരം ഈ പറഞ്ഞിട്ടുള്ള മംഗല്യദോഷം ഒഴിവാക്കുകയും സ്വദേശം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയുടെ ജാതകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ആരുടെയെങ്കിലും അടുത്ത ആരുടെ നോക്കിക്കോണം. അടുത്തതായിട്ട് നമുക്ക് ശ്രീജയ വിശാഖം 29/1/2000 സാമ്പത്തിക ബാധ്യത വസ്തു വിറ്റ് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, തടസ്സമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2025 വയസ്സേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ സമയത്ത് എന്താണ് സാമ്പത്തിക ബാധ്യതയും വസ്തു വിറ്റ് ആരുടെ പേരിലാണ് വസ്തു എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ വസ്തു വിറ്റ് ബാധ്യത ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പേരിലാണ് വസ്തു എന്ന് പറയുന്നില്ലല്ലോ. അതുകൂടാതെ തന്നെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നതിനും വസ്തു വിറ്റ് ബാധ്യത ഒഴിവാക്കുന്നതിനെക്കുറിച്ച് പറയുന്നതും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാരക്രിയകളൊക്കെ നോക്കിയിട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വസ്തു വിൽപ്പിക്കാനുണ്ടെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ രാജഗോപാല മന്ത്ര അർച്ചന ചെയ്യുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി നടത്തുക. സാമ്പത്തിക ബാധ്യത വിട്ടൊഴിഞ്ഞു മാറുന്നതിന് വിശാഖ നക്ഷത്രക്കാർ നിങ്ങൾ ശ്രീസൂക്ത മന്ത്ര അർച്ചന നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ടൈം വെച്ചിട്ട് മാത്രം നമുക്ക് വസ്തു വിൽപ്പനയുടെ കാര്യം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് അടുത്ത ആളുടെ കാര്യം പറയാം. അടുത്ത ആളുടെ കാര്യം എന്ന് പറയുന്നത് കല്യാണം നടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹരികുമാർ വിശാഖം 21/4/81. ഹരികുമാർ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുക. അപ്പം മംഗല്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഹരികുമാർ വിശാഖത്തിൻ്റെ കാര്യം നോക്കാം. 21/4/81 5:20 AM ജനിച്ചിരിക്കുന്നത്. വിശാഖ നക്ഷത്രം. ഇപ്പോൾ എന്തോ ചെയ്യുമോ ഹരികുമാർ എന്ന് പറയാമോ? അനിത ഡേറ്റ് ഓഫ് ബർത്ത് ടൈം കൂടെ കൊടുക്കണം കേട്ടോ. എന്താ കാര്യം അറിയേണ്ടതെന്ന് കൂടെ അനിത PK പറയണം. എങ്കിലല്ല നമുക്ക് നോക്കാനൊക്കെ ഉള്ളത്. വാട്സപ്പിലിടണം. വാട്സപ്പ് നമ്പർ നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റിന് തൊട്ട് താഴെയുണ്ട്. ഡേറ്റ് അടിക്കണം. അതിനെങ്ങനെ കാണിക്കുന്നത്? അടിച്ചു കഴിഞ്ഞെങ്കിൽ നേരെ. അപ്പോൾ ഹരികുമാറിൻ്റെ വിശാഖ നക്ഷത്രത്തിൻ്റെ ഇപ്പോൾ സമയം 43 വയസ്സ് 9 മാസം. ബുധൻ്റെ ദശയിലെ ശനിയുടെ അപഹാരം നടക്കുവാണ് ഹരികുമാറിന്. അപ്പം മംഗല്യം നടക്കുമോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മംഗല്യം തടസ്സമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴവും ശനിയും കൂടെ 7ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മംഗല്യം താമസിക്കുകയും അതുപോലെ തന്നെ സന്യാസ യോഗം ഫലമായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ് ആ മംഗല്യ സംബന്ധമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ താങ്കളുടെ ജാതകപ്രകാരം ഇപ്പോൾ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് ദശാപഹാരം എന്ന് പറയുന്നത് ബുധൻ്റെ ദിശയിലെ ശനിയുടെ അപഹാരമാണ്. 2026 നവംബർ മാസം 11 വരെ നിങ്ങൾക്ക് വിവാഹ സമയം ഇപ്പം നിലവിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. 2026 നവംബർ 27 വരെ നിലവിൽ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കേതുർ ദശാകാലമാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പം നിലവിൽ ശനിയുടെ ഒരു അപഹാരമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിയുടെ അപഹാരം 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ യുഗ്മരാശിയിൽ നിൽക്കുന്ന ശനിയാണ്. അപ്പം ഭാര്യാസമേതനായിട്ടുള്ള ഈ ശാസ്താക്ഷേത്രങ്ങളിൽ പോയിട്ട് താങ്കൾ സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുക, ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക. വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് സ്വയംവര മന്ത്ര അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ മംഗല്യം പെട്ടെന്ന് നടക്കും. അപ്പം ഇപ്പോഴത്തെ സമയം അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമയം നോക്കുമ്പോൾ ബുധൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണ്. മംഗല്യം നടക്കാൻ വളരെയധികം അനുകൂല സമയമാണ് എന്ന് കാണുന്നുണ്ട്. സന്യാസയോഗമുണ്ട്. അതിന് പ്രതിവിധിയായിട്ട് പൂർണ്ണ പുഷ്കലയുള്ള ശാസ്താക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ട് വഴിപാട് നടത്തിയാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോഴത്തെ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. അടുത്തതായിട്ട് നമ്മുടെ ജാതകപ്രകാരം അയച്ചു തന്നിട്ടുള്ളത് നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അനീഷ് ജനിച്ച സമയം കൊടുത്തിട്ടില്ല. നോക്കുമോ തിരുമേനിയും ചോദിച്ചിട്ടുണ്ട്. കാർത്തിക് അശ്വതി എന്തിനാണ് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താണ് നോക്കേണ്ടതെന്ന് പറയണം. നമ്മളെ
ഒരു വിഷയമുണ്ട്. ഒരാൾക്ക് പഠനമാണോ തൊഴിലാണോ ഭാവിയാണോ എന്താണ് എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഇത്രയും സമയമല്ലേ ഉള്ളൂ. ഒന്ന് ലൈവിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് പറയണം. എനിക്ക് തൊഴിലിനെക്കുറിച്ചാണ് അറിയേണ്ടത്, ധനസ്ഥിതിയാണ് അറിയേണ്ടത്, വിവാഹത്തെക്കുറിച്ചാണ്, വീടിനെക്കുറിച്ചാണ് എന്നുള്ള കാര്യം പറയണം. നമുക്ക് എല്ലാ കാര്യവും കൂടെ പറയാനൊക്കത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് നമ്മളുടെ ഒരു ബുദ്ധി കാണിക്കണം. നമുക്ക് കാർത്തിക് അശ്വതി നക്ഷത്രം 16/1/2008 4:45 നമുക്ക് ഇന്ന പോലെയുള്ള കാര്യങ്ങളുണ്ട്, അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാമെന്നുള്ളതല്ലാതെ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങോട്ട് തരുമ്പോൾ തന്നെ ഒരു പ്രവേചനം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളത് ബുദ്ധിപൂർവ്വം നിങ്ങളത് പെരുമാറുക എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം അനന്തു മോഹൻ 31 വയസ്സ്, ജനനത്തീയതി 7/8/93, ജനനസമയം 4:30, ഉത്രട്ടാതി നക്ഷത്രം. സമയം എങ്ങനെയുണ്ട്? പിന്നെ ജോലിയൊന്നും ശരിയായിട്ടില്ല, പിന്നെ കടബാധ്യതയുണ്ട്, മൊത്തത്തിൽ ആത്മഹത്യയുടെ വക്കീലാണെന്നൊന്ന് അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. കാരണം നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഏറ്റവും കറച്ചിലുണ്ടാകും. 7/8/93 4:30 AM. അപ്പോൾ അനന്ത ഉത്രട്ടാതി നക്ഷത്രത്തിന് ഇപ്പം നിലവിൽ കണ്ടകശനിയുടെ ഒരു ദോഷം നിലവിലുണ്ട്. അപ്പം നിങ്ങൾ ശനി പ്രീതി വരുത്തുക. പൂയമനിയുടെ ഉത്രട്ടാതി നമ്മുടെ ദശാനാഥൻ തന്നെ ശനി ആയതുകൊണ്ട് നിങ്ങൾ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നീരാഞ്ജന വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാ ശനിയാഴ്ചയും ഒരു തേങ്ങ അടിക്കുക, ഹനുമാൻ സ്വാമിക്ക് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം നടത്തി കുങ്കുമാർച്ചന നടത്തിയിട്ട് വെണ്ണ നിവേദ്യം നടത്തി നോക്കിക്കോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരമാകുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും ആത്മഹത്യയൊന്നും ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ വരത്തില്ല. ഉത്രട്ടാതി നക്ഷത്രക്കാരന് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് കേതുർദശയിലെ ശനിയുടെ അപഹാരമാണ് താങ്കൾക്ക്. അത് മാറിയിട്ട് ശുക്രദശാകാലം വരാൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ദശാപഹാര പ്രകാരം താങ്കൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ശുക്രൻ 2026 ആഗസ്റ്റ് മാസം 3-ാം തീയതി വരും. അപ്പോൾ ഈ വരുന്ന കേതുർദശാകാലത്തെ താങ്കളൊന്ന് പരിഗണിക്കണം. ആ കേതുർദശാകാലം തീർന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് ശുക്രദശാകാലമാണ് വരാൻ പോകുന്നത്. താങ്കൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പേര് നക്ഷത്രം പറഞ്ഞ ഒന്നുകൂടെ. മോഹനൻ വയസ്സ് 31 വയസ്സ്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം. അപ്പം സമയം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം ദോഷ സമയമാണ്. ഗണപതി ഹോമം നടത്തുക. എല്ലാ വെള്ളിയാഴ്ചയും പോയിട്ട് ഒരു ഗണപതി ഹോമം ചെയ്യുക, നീരാഞ്ജന വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വഴിപാട് ഒന്നുകൂടെ കേട്ടിട്ട് അതിൽ പോയി ചെയ്യുക. താങ്കളുടെ സമയത്തിന് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഇനി അടുത്ത ഒരാളുടെ കാര്യം നമുക്ക് നോക്കിയിട്ട് പറയാം. വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് 18/10/93 5:35 PM. ഗീതു അനിഴ നക്ഷത്രം 18/10/93 5:35 PM. ഇവിടെ നോക്കിക്കോണം നീ കേട്ടോ. പ്രപ്പോസൽ വരുന്നതെല്ലാം മുടങ്ങുന്നുണ്ട്. അതെന്താ കാരണം എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. വിവാഹം നടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം തിരുമേനിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് പറയാം. അപ്പോൾ മംഗല്യ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്വയംവരാർച്ചന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം അനുസരിച്ച് ഏത് ദേവതയ്ക്കാണ് സ്വയംവരാർച്ചന നടത്തേണ്ടത് എന്നൊരു കാര്യമുണ്ട്. സ്വയംവര മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി ദേവിയുടെ മന്ത്രമാണ്. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗവശങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ എന്ന് പറയും. മമ വശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ആ ശക്തി വരണമേ എന്നുള്ളതാണ് അർത്ഥം. അതായത് പാർവതി ദേവിയുടെ അനുഗ്രഹം എന്നിലേക്ക് ഉണ്ടാകണം, എന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടണം എന്നുള്ളതാണ് സ്വയംവര മന്ത്രം എന്ന് പറയുന്നത്. അത് വിവാഹത്തിന് വേണ്ടി മാത്രമല്ല, നമുക്കൊരു കാര്യം, ഉദ്ദിഷ്ട കാര്യം, എനിക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകണം, ധനപുരോഗതി ഉണ്ടാകണം, ഗൃഹം ഉണ്ടാകണം, എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകണം, എൻ്റെ സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാകണം, അവർക്ക് ഒരു ഉപകാരം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സ്വയംവര മന്ത്രം നടത്താം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യം, ശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഒരു മന്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗവശങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ. അപ്പോൾ ഈ മന്ത്രം എന്തിനാണ് ഋഷീശ്വരന്മാർ എഴുതിയെന്ന് വെച്ചാൽ കലിയുഗത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മന്ത്രം ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ നടത്തി കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഗീതു അനിഴ നക്ഷത്രത്തിന് ഇപ്പോഴത്തെ വിവാഹ സമയം നടക്കുന്നത് 31 വയസ്സായി എന്ന് പറയുന്നത്. 31 വയസ്സിൽ 4 മാസമായി. ഇപ്പോൾ ശുക്രദശയിലെ ശുക്രൻ്റെ അപഹാരമാണ് ഗീതുവിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സമയപ്രകാരം നോക്കുകയാണെങ്കിൽ വളരെയധികം അനുകൂല സമയമാണ്. ശുക്രദശയിൽ ശുക്രൻ്റെ അപഹാരം മംഗല്യത്തിന് വളരെയധികം ഉത്തമമായിട്ടാണ് ജാതകത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ശുക്രൻ നീചഭാവത്തിലാണ് നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു ഭാവം. 7ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുകയും ശുക്രൻ നീചഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്, പാപദോഷം കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മംഗല്യം തടസ്സപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ 7ാം ഭാവാധിപതിയായിട്ടുള്ള ബുധൻ ഓജം യുഗ്മം ഓജരാശിയിലാണ് നിൽക്കുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് സ്വയംവര മന്ത്രാർച്ചന നടത്തുകയും
ഏതെങ്കിലും പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വെള്ളി കൊണ്ടുള്ള ഒരു ആഭരണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക, വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ല, മേടിച്ചു കൊടുക്കുക. കന്യകയായിട്ടുള്ള പെൺകുട്ടിക്ക് വെള്ളി കൊണ്ടുള്ള ആഭരണം കൊടുക്കുക. നിങ്ങൾക്ക് സാമ്പത്തികസ്ഥിതി നല്ലതുപോലെ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു മംഗല്യത്തിനുള്ള വസ്ത്രം എടുത്തു കൊടുക്കുകയോ അവരുടെ വിവാഹം നടത്തുന്നതിനുള്ള സഹായം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പൂർവ്വജന്മാർജിതമായിട്ടുള്ള സ്ത്രീശാപമുണ്ട്, അത് മാറിക്കിട്ടിയിട്ട് മംഗല്യയോഗം ഉണ്ടാവും. ശുക്രൻ നീചഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. വെള്ളി കൊണ്ടുള്ള ആഭരണം ദാനം ചെയ്യുക. ഏതെങ്കിലും കന്യകയ്ക്ക് മംഗല്യത്തിന് പറ്റുമെങ്കിൽ സഹായിക്കുക, പാവപ്പെട്ടവരെങ്കിലും സഹായിക്കുക, പെൺകുട്ടിയെ സഹായിക്കുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് സ്വയംവര മന്ത്ര അർച്ചന ചെയ്യുക, തുളസിമാല ചാർത്തുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ മംഗല്യം ഉറപ്പായിട്ട് നടക്കും. അപ്പോൾ ഈ പറഞ്ഞ ദാനകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും. അടുത്തതായിട്ട് നിങ്ങളുടെ സമയം ഞാൻ പറഞ്ഞു, ശുക്രദശയാണ്. ശുക്ര നീചഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഡയമണ്ട് കല്ല് 10 സെൻറ്റ് ഒരു മോതിരമായിട്ട് ധരിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും എന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് അനന്തു 2002 ആഗസ്റ്റ് 14 വെനസ്ഡേ ചോദ്യ നക്ഷത്രം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അനന്തു ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അനന്തു എന്താണ് അറിയേണ്ടത് എന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. വിവാഹമാണോ, തൊഴിലാണോ, ധനമാണോ, ആരോഗ്യമാണോ എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്താൽ ആ ഭാവത്തെക്കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യന് 12 ഭാവങ്ങളുണ്ട്. അപ്പം അടുത്തതായിട്ട് ആദിപ എന്ന് എഴുതിയിട്ടുണ്ട്. അതിപ തിരുവാതിര കേട്ടോ, അതിലെഴുതടാ. 27/5/98 ഇതങ്ങ് അടിക്കുക. ജോബിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തൊഴിൽപരമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നോക്കാം. അതിപ എന്നാണ് പേര്. അതിപ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഡേറ്റ് കൊടുത്തോ? 27/5/98. സമയം കൊടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ സമയം കൊടുത്തിട്ടില്ല, അതിപയുടെ സമയം കൊടുത്തിട്ടില്ല. നമ്മളിങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സുനിത ചതയം 81/2/81 5:45 PM എന്നേ കൊടുത്തിട്ടുള്ളൂ. എന്താ കൊടുത്തേക്കുന്നതെന്ന് പറയുന്നില്ല. അത് എന്താണ് ആവശ്യമെന്നുകൂടെ അറിയിച്ചാൽ അത് നോക്കാമായിരുന്നു. അനീഷ് ഉത്രാടം സമയം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എന്താണ് ആവശ്യമെന്ന് അറിയിക്കുന്നില്ല. അപ്പോൾ അത് നോക്കിയാൽ പറ്റത്തില്ല. ഒരാൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുജിത്ത് പൂരം എന്താണെന്ന് അറിയാൻ വയ്യ, വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ വോയിസ് മെസ്സേജ് ഇപ്പോൾ നമുക്ക് ലൈവിൽ നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ സിംന അടിച്ചോ. 2000 മാർച്ച് 13 ഉച്ചയ്ക്ക് 2 മണി. കല്യാണത്തിൻ്റെ സമയമാണോ, ഏത് മാസത്തിലാണോ നടക്കുക എന്ന് അറിയിക്കണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ലൈവിൽ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. നോക്കുക. അടിച്ചോ. 13/3/2000 ഉച്ചയ്ക്ക് 2 മണി. അപ്പോൾ മംഗല്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് സേതു നായർ 1971 നവംബർ 3-ാം തീയതി 6 PM എറണാകുളത്ത് ഭരണി. എന്താ കാര്യമെന്ന് പറയുന്നില്ല. അപ്പോൾ അത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രമേ അത് നോക്കിയിട്ട് പറയാനൊക്കത്തുള്ളൂ. കാരണം ഇത് സ്ക്രോൾ ചെയ്ത് മേപ്പോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് മുന്നോട്ട് അത് പറയാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവിലുള്ളത് പറയാം. അല്ലാത്ത കാര്യമാണെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ചാൽ മതി. അപ്പം സിംനയ്ക്ക് നക്ഷത്രം കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ കാണുന്ന നക്ഷത്രം പറയാം. ഇവിടെ കാണുന്ന നക്ഷത്രം താങ്കളുടെ മകയിര നക്ഷത്രമാണ് കാണുന്നത്. ഇപ്പോൾ 24 വയസ്സ് 11 മാസം 25 വയസ്സാകാൻ പോകുന്നു. പെൺകുട്ടിയാണ്. 24 വയസ്സ് 11 മാസം. വ്യാഴദശയിൽ ശനിയുടെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിൻ്റെ സമയമാണോ എന്ന് ചോദിച്ചിട്ടിരിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 7ാം ഭാവം. 7ാം ഭാവാധിപതി വ്യാഴം പോയിട്ട് 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനിയുടെ അപഹാരമാണ് നടക്കുന്നത്. ശനിയുടെ ഒരു ദശാപഹാരം നോക്കട്ടെ. വ്യാഴദശയിൽ ശനിയുടെ അപഹാരമുണ്ട്. 2026 മെയ് മാസം വരെ മംഗല്യത്തിന് തടസ്സം നിൽക്കുന്ന, ദോഷം നിൽക്കുന്ന സമയമാണെന്നാണ് താങ്കളുടെ കാണിക്കുന്നത്. മംഗല്യ സമയം 2021-നും 23-നും മധ്യ ഒരു വിവാഹ സമയം ഉണ്ടായിരുന്നു. അത് താങ്കൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലായിരിക്കും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പെൺകുട്ടിക്ക് 24 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ 2026 മെയ് വരെ നിങ്ങൾ മംഗല്യം നടത്താതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സമയപ്രകാരം നല്ലതെന്ന് കാണുന്നുണ്ട്. ഈ കുട്ടിക്ക് ശനിയുടെ ദോഷം കാര്യമായിട്ടുണ്ട്. അപ്പം ശനി നീചഭാവത്തിൽ നിൽക്കുവാണ്, അഷ്ടമാധിപത്യം വഹിച്ച്. അപ്പോൾ അത് വളരെയധികം ദോഷസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. ശനിയെ പ്രീതിപ്പെടുത്തുന്നതിന് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, വെണ്ണ നിവേദ്യം നടത്തുക, കുങ്കുമ അർച്ചന നടത്തുക, നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മംഗല്യദോഷം മാറിക്കിട്ടും. 7ാം ഭാവാധിപതി ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് മംഗല്യത്തിന് അർച്ചന, സ്വയംവര അർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതായിരിക്കും എന്നാണ് അക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് മാറ്റിക്കൂ. അടുത്തതായിട്ട് അഭിജിത്ത് 16/9/92
അപ്പം അഭിജിത്തിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട്, ഏത് കാര്യത്തിനും തടസ്സം, IT ഫീൽഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാൻ സാധിക്കും. 16/9/1992 10:10 PM ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടും ഏത് കാര്യത്തിനും തടസ്സമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പല ആളുകളും വിചാരിക്കും ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഒരാളിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 16/9/92 എന്ന് പറയുന്ന ഒരു ഡേറ്റിന് ഈ ലോകത്ത് മനുഷ്യനായിട്ടും പെൺകുട്ടിയായിട്ടും ആൺകുട്ടിയായിട്ടും ഒരുപാട് പേർ ജനിക്കും. കേരളത്തിലും ജനിക്കും, ഇന്ത്യയിലും ജനിക്കും, അമേരിക്കയിലും ജനിക്കും, ആഫ്രിക്കയിലും ജനിക്കും. അപ്പം നിങ്ങളുടെ അവസ്ഥയായിരിക്കത്തില്ല അവരുടെ അവസ്ഥ. ഇപ്പം അംബാനി കുടുംബത്തിലുണ്ടാകുന്ന ഒരാളുടെ അവസ്ഥയായിരിക്കുമോ നമുക്കുണ്ടാകുന്നത്. അതേ ഡേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, 16/9/92. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണുവാൻ, ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്താണ് മറുപടി പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് നിസ്സാരമായിട്ട് അറിയിക്കണം. ആ അറിയിക്കുമ്പോൾ ആ ഭാവമുണ്ട്. നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികം എന്ന് പറയുമ്പം ജ്യോതിഷൻ നേരെ പോയിട്ട് 2ാം ഭാവത്തിലേക്ക് നോക്കും, നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് നോക്കും. 2ാം ഭാവാധിപതി ബലവാനായിട്ടും 11ാം ഭാവാധിപതിയും ബലവാനായിട്ട് നിൽക്കുവാണെങ്കിലോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ധനപരമായിട്ടുള്ള പ്രശ്നം മാറി കിട്ടും. അപ്പം ഭരണി നക്ഷത്രമാണ് കാണിക്കുന്നത്. 16/9/92 അഭിജിത്തിൻ്റെ കാര്യം നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ നക്ഷത്രം കാണിക്കുന്നത് ഭരണിയാണ്. അപ്പം അഭിജിത്തെ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. ഒന്നുകിൽ താങ്കൾക്ക് ഡേറ്റ് തെറ്റിയതായിരിക്കും, ഇവിടെ തെറ്റത്തില്ല. കാരണം നമ്മളിവിടെ സോഫ്റ്റ്വെയറിനകത്ത് നോക്കിയിട്ടാണ് അതിൻ്റെ വിവരങ്ങൾ പറയുന്നത്. അപ്പം അല്ലാതെ നമുക്കിപ്പോൾ പഞ്ചാംഗം ഗണിച്ച് ലൈവിൽ പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ് അത്. അപ്പം അഭിജിത്ത് ഫേസ്ബുക്ക് കാണുന്നുണ്ടോ, ഇൻസ്റ്റാഗ്രാമാണോ കാണുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പം താങ്കൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 26/9. അപ്പം താങ്കൾ നമ്മളെ സമയം കളയുകയല്ലയോ ചെയ്യുന്നേ? അഭിജിത്തെ. അപ്പോൾ അഭിജിത്തിൻ്റെ അത്തം നക്ഷത്രമാണ് കാണിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതക പ്രകാരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ പറഞ്ഞുതരാം. വ്യാഴദശയിൽ വ്യാഴത്തിൻ്റെ തന്നെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഗ്നാധിപനായിട്ട് വ്യാഴം 11ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ട് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് പ്രധാനമായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കർത്തവാവിൻ്റെ 2ാമത്തെ ദിവസമാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം മനക്കട്ടി വളരെ കുറവാണെന്നും അതുപോലെ തന്നെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെയധികം മോശമാണ് എന്നാണ് കാണിക്കുന്നത്. ലഗ്നാധിപതി അഷ്ടമഭാവത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ശുഭഗ്രഹങ്ങളെല്ലാം ദോഷസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സമയം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴദശയാണ്. 2025 ജനുവരി 23 മുതൽ 16 വർഷമാണ്. 2041 ജനുവരി 23 വരെ സഹോദരന് അഭിജിത്തിന് അത്തം നക്ഷത്രക്കാരന് വ്യാഴദശയാണ്. അപ്പം നിങ്ങളുടെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടെ ശ്രീ സൂക്ത മന്ത്ര അർച്ചന നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉറപ്പായിട്ടും മാറിക്കിട്ടും. അപ്പോൾ അത്തം നക്ഷത്രമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലാ വെള്ളിയാഴ്ചയും നടത്തണം. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക. ഇല്ലെന്ന് വരിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അല്ലെങ്കിൽ ശ്രീ സൂക്ത മന്ത്രമൊക്കെ നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ശ്രീ സൂക്തം, സ്ത്രീയല്ല ശ്രീ, ഹരി ശ്രീ എന്ന് പറയുന്ന മന്ത്രം. അപ്പം കാര്യതടസ്സം മാറുന്നതിന് താങ്കൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യതടസ്സം വിട്ടൊഴിഞ്ഞ് മാറുന്നതിന് വേണ്ടിയിട്ട് വിഘ്നഹര സ്തോത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്. ആ വിഘ്നഹര സ്തോത്രം ചെയ്യുക. അതുപോലെ തന്നെ ശനി ഞാൻ പറഞ്ഞല്ലോ നീച ഭാവത്തിലാണ്, ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് വെണ്ണ നിവേദ്യം നടത്തി കുങ്കുമാർച്ചനയും നടത്തിക്കൊണ്ട് വടമാല ചാർത്തുക. വടമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അമ്പലങ്ങളിൽ ചെന്ന് വടമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് മാല ഉണ്ടാക്കി തരും. അതല്ല വടമാല എന്ന് പറഞ്ഞാൽ. വടമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിൻ്റെ ഇല കൊണ്ട് മാല കെട്ടി ഹനുമാൻ സ്വാമിക്ക് ചാർത്തുന്നതിനെയാണ് വടമാല എന്ന് പറയുന്നത്. നമ്മളിത് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉഴുന്നോട് ചെയ്ത് മാല ഇടുന്നത് കാണാം. അതൊക്കെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. വടം എന്ന് വെച്ചാൽ വടവൃക്ഷം എന്ന് വെച്ചാൽ ആലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലയോ ജ്യോത്സ്യരെ? വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആലില്ലയോ? അതെ. അപ്പോൾ ഇവിടെ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്. അപ്പം ആ ജ്യോത്സ്യന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റ് പറയുമ്പോൾ തന്നെ 4-5 പേര് ഇവിടെ ഇരുന്നിട്ട് ആ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 6 പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഫോണുമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് നിങ്ങളുടെ പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വായുവിൽ നിന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഹനുമാൻ സ്വാമിക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് ശ്രുതിമോൾ അനിഴം ജോലി 2 പേരുടെ കാര്യം 3 പേരുടെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരാളുടെ കാര്യം അടുത്ത പ്രാവശ്യം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് നോക്കാം.
അടുത്തതായിട്ട് സൗജന്യ ജാതകം ലൈവ് പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കിയാണ് ഞാനിത് അയക്കുന്നത്. ശ്രീ രഞ്ജിമ 1796 AM ജോലി കിട്ടുന്നതിനെക്കുറിച്ച് എബൌട്ട് മൈ ഫ്യൂച്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ശ്രീ രഞ്ജിമ, ഈ ഡേറ്റ് അങ്ങ് അടിച്ചോണം ഞാൻ കാണിക്കുമ്പോൾ പറയുമ്പോൾ 1796 11 AM. എല്ലാവരും അടിച്ചോ. 17/1996 11 AM ആണ് പറഞ്ഞിരിക്കുന്നത്. ജോലി കിട്ടുന്നതിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പം ശ്രീരഞ്ജിമ കേൾക്കുന്നുണ്ടെങ്കിൽ അത് പറയാം. ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടേക്കുന്നതെങ്കിലെയോ ഇവിടെ കണ്ടേക്കുന്നത് അറിയാൻ വയ്യ. എന്തായാലും ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും വരും, ഫേസ്ബുക്കിലും വരും, യൂട്യൂബിലും വരും. അപ്പം 3 സ്ഥലത്തൊന്നും ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കാണിക്കുന്നുണ്ടോ? ശ്രീരഞ്ജിമയുടെ ഇപ്പോഴത്തെ സമയം അനുസരിച്ചാണ് നമുക്കതിനെക്കുറിച്ച് ഫലം പറയുന്നത്. ജോലി കിട്ടുന്നതിനെക്കുറിച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 28 വയസ്സ് 7 മാസമായിട്ടുണ്ട് ശ്രീരഞ്ജിമയ്ക്ക്. ഇപ്പം ചന്ദ്രദശയിൽ കേതുവിൻ്റെ അപഹാരമാണ് താങ്കൾക്ക് നടക്കുന്നത്. അത് വളരെയധികം ദോഷകാലമാണ്. അത് തീരുന്നത് 2025 മാർച്ച് മാസം 10-ാം തീയതിയോടുകൂടി അത് തീർന്നിട്ട് താങ്കൾക്ക് ചന്ദ്രദശയിലെ ശുക്രൻ്റെ അപഹാരം ആരംഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ട് ഒരു അനുകൂല ഭാവമായിട്ട് നമുക്കതിനെക്കുറിച്ച് പറയാനുണ്ട്. താങ്കളുടെ ജാതകപ്രകാരം പറയുന്ന തൊഴിൽ ഞാൻ പറയുന്ന തൊഴിലല്ല, താങ്കളുടെ ജാതകപ്രകാരമുള്ള ജോലിനെക്കുറിച്ച് ഞാൻ പറയാം. ആരോഗ്യ മേഖലയും മെഡിസിനും ഔഷധശാലയും നഴ്സിംഗ് ഫാർമസി എഞ്ചിനീയറിംഗ് IT അഡ്മിനിസ്ട്രേഷൻ IAS IFS വാഹന ഫീൽഡ് ബിസിനസ് അഗ്രികൾച്ചർ സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടാനുള്ള യോഗമാണ് താങ്കൾക്കുള്ളത്. അപ്പം താങ്കൾ ഏതാണ് പഠിച്ചിരിക്കുന്നത്, ഏത് ജോലിക്കാണ് ശ്രമിക്കുന്നത്, വിദേശ രാജ്യത്ത് പോകാനാണോ മറ്റെന്തെങ്കിലും തൊഴിലാണോ ഉദ്ദേശിക്കുന്നത് എന്ന് താങ്കൾ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. താങ്കളുടെ ഫ്യൂച്ചർ ഞാൻ പറയാനാണെങ്കിൽ ജാതകപ്രകാരം ഇപ്പോൾ ദശാപഹാരപ്രകാരം ചന്ദ്രദശയിൽ കേതുവിൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ പറയാനാണെങ്കിൽ 2027 മെയ് 11 വരെ താങ്കൾക്ക് ചന്ദ്രദശാകാലമാണെന്ന് കാണുന്നുണ്ട്. ചന്ദ്രൻ ജാതകത്തിൽ 5-ാം ഭാവത്തിൽ ഗജകേസരി യോഗത്തിലാണ് നിൽക്കുന്നത്. വളരെയധികം നല്ലതാണെന്ന് കാണുന്നുണ്ട്. ശുക്രനും ചൊവ്വയും 10-ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് താങ്കൾക്ക് നല്ല ഉയർന്ന ജോലിയും നല്ല ശമ്പളത്തിലുമുള്ള തൊഴിലുകൾ കിട്ടാനുള്ള യോഗവും, നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീൽഡുമായി ബന്ധപ്പെട്ടാണോ താങ്കൾ പഠിച്ചിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടാണോ താങ്കൾ ജോലിക്ക് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. അത് താങ്കൾ എന്താണ് എന്ന് താങ്കൾ തന്നെ ആലോചിച്ചിട്ട് അതിനുള്ള ഉത്തരം കണ്ടെത്തണം. 11-ാം ഭാവാധിപതി 11-ൽ നിൽക്കുകയും ലഗ്നാധിപനോട് യോഗം ചേർന്ന് നിൽക്കുന്നുണ്ട്. ധനയോഗം കാര്യമായിട്ടുണ്ട്. പക്ഷേ പാഴ്ചെലവ് കൂടുതലായിട്ട് വർദ്ധിക്കും. അതിനുവേണ്ടി പരിഹാരം കാണണം. നാഗദൈവ പ്രീതി വരുത്തണം. ഇപ്പോഴത്തെ സമയപ്രകാരം ചന്ദ്രദശാകാലം ആയതുകൊണ്ട് ചന്ദ്രദശ കേതുവിൻ്റെ അപഹാരം നടക്കുന്നതുകൊണ്ട് താങ്കൾ ദുർഗാദേവി ക്ഷേത്രത്തിൽ വെള്ളപ്പൂ കൊണ്ട് ഉദ്ദിഷ്ടകാര്യസിദ്ധി പുഷ്പാഞ്ജലി നടത്തുക, ഗണപതി ഹോമം നടത്തുക, നാഗദൈവ പ്രീതി വരുത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് താങ്കളുടെ ജാതകപ്രകാരം എനിക്ക് പറയാനുള്ളത്. ശ്രീരഞ്ജിമ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഇൻസ്റ്റാഗ്രാമിലോ വല്ലതും ആണെങ്കിൽ താങ്കളുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ താങ്കൾക്കത് കാണാം. അപ്പോൾ ഇപ്പോഴത്തെ സമയം പ്രകാരം പറഞ്ഞു, സമയം മാറുന്ന സമയത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ള ആരുടെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് അഭിജിത്ത് കൃഷ്ണൻ ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എന്തിനാണെന്ന് പറയുന്നില്ല. അടുത്തതായിട്ട് പ്രവീൺ വിശാഖം ഡേറ്റ് ഓഫ് ബർത്ത് ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എന്തിനാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ കുട്ടികളില്ല, സന്താനയോഗമുണ്ടോ എന്ന് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു, അതിന് അനുകൂലമായ സമയമാണോ നോക്കണമെന്ന് പറയുന്നുണ്ട്. സരിത പൂയം 1/11/1998. എല്ലാവരും നോട്ട് ചെയ്തോളൂ. 11/11/98 9:30 AM. ഇപ്പം ജ്യോത്സ്യരെ കുട്ടികളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വേണ്ടതിന് സന്താനയോഗത്തിന്? ഇപ്പോഴത്തെ സമയം നക്ഷത്രം പറഞ്ഞിരിക്കുന്നത് പൂയമാണ്. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി പ്രീതി വരുത്താനല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം സരിത പൂയ നക്ഷത്രം, നിങ്ങളൊരു കാര്യം ചെയ്യണം. ജ്യോത്സ്യരെ സമയം നോക്കിയിട്ട് പറയുന്നു, താങ്കളുടെ നക്ഷത്രപ്രകാരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് നാരങ്ങാമാല ചാർത്തി കഴിഞ്ഞാൽ സന്താനയോഗം ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. അപ്പം താങ്കളൊരു കാര്യം ചെയ്യണം. നാഗദൈവങ്ങൾക്ക് 100 പാലും വഴിപാട് നടത്തുക, പാലുകൊണ്ട് അഭിഷേകം നടത്തുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് പെട്ടെന്ന് കാര്യം നടക്കുന്നതിന് വെറ്റിലമാല, താങ്കൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സിൻ്റെ ഒരു വെറ്റിലമാല ചാർത്തണം. 88-ൽ ജനിച്ചതുകൊണ്ട് 12, 24, 36 വയസ്സ്. അപ്പം 37 വെറ്റയ്ക്ക് ഒരു മാല ചാർത്തുകയും സുബ്രഹ്മണ്യന് അല്ലേ ജ്യോത്സ്യരെ? നമ്മുടെ അടുത്തുള്ള ജ്യോത്സ്യർ പറയുന്നു താങ്കൾ സുബ്രഹ്മണ്യന് നാരങ്ങാമാല ചാർത്തണം. ഇത്രയും വയസ്സിൻ്റെ എണ്ണം അനുസരിച്ചുള്ള വയസ്സിന് സുബ്രഹ്മണ്യന് നാരങ്ങാമാല ചാർത്തിയിട്ട് സന്താന ഗോപാല പുഷ്പാഞ്ജലി ചെയ്താൽ, നമ്മൾ പണ്ട് പറയാറുണ്ട് മരുന്നും മന്ത്രവും എന്ന് പറയാറുണ്ട്. ഏതൊരു കാര്യത്തിനും മരുന്നും മന്ത്രവും കൂടെ വേണം. നമ്മൾ നിരീശ്വരവാദം പറയുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർ ഒരു അസുഖം വന്നാൽ ആശുപത്രി പോകാറുണ്ട്. അവർ പറയും ശാസ്ത്രമാണ്, മരുന്നാണ്. അതും നമ്മൾ ഈ ജ്യോത്സ്യവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാണെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ. നിങ്ങൾ ഡോക്ടറെ വിശ്വസിക്കണം. രണ്ടാമത് കഴിക്കുന്ന മരുന്നിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. അത് കഴിച്ചാൽ എൻ്റെ അസുഖം മാറും എന്ന് വിശ്വസിക്കണം.
എന്നിട്ട് അത് രണ്ടും വിശ്വാസപൂർവ്വം കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകത്തുള്ളൂ, രോഗശാന്തി ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് മരുന്നും മന്ത്രം എന്ന് പഴയ ആളുകൾ പറയുന്നത്. അപ്പോൾ സന്താനയോഗം ഉള്ളതായിട്ട് ജാതകപ്രകാരം കാണിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരമാണ് പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാട് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹനുമാൻ സ്വാമിക്കും വഴിപാട് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് രുക്മിണി സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 30/5/1965 ഉത്രാടം നക്ഷത്രം സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജ്യോത്സ്യന്മാരത് നോക്കുന്നുണ്ട്. 30/5/65 ജനിച്ചിട്ടുള്ള 35, 39, 39, 20, 59 വയസ്സ്. ഇപ്പോൾ 59 വയസ്സുള്ള ഉത്രാടം നക്ഷത്രക്കാരിക്ക് ആദിത്യൻ, ചന്ദ്രൻ, 13 ചൊവ്വ, 20, 38 രാഹു, 38, 44, 54 വ്യാഴപ്പ ശനിയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ശനിദോഷം ഉള്ള സമയമായതുകൊണ്ട് വീട് വെക്കാൻ യോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ശനിദശാകാലത്ത് വീട് വെക്കാനുള്ള യോഗമുണ്ടെന്ന് രുക്മിണിക്ക് കാണുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം ശാസ്താവിന് കരിക്കുകൊണ്ട് ധാര നടത്തിയിട്ട് ഭസ്മാഭിഷേകം നടത്തുക, നെയ്വിളക്ക് നടത്തുക, അതുപോലെ തന്നെ ത്രിമധുരം നിവേദിക്കുക, ഇതെല്ലാം ചെയ്ത് വീടിന് വേണ്ടി പ്രാർത്ഥിക്കുക. പുറ്റ് മൊട്ട എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ നാഗദൈവങ്ങളുടെ ഈ പുറ്റ് മൊട്ട എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് വാങ്ങി ഓരോ പിടി മണ്ണുമായിട്ട് എല്ലാ മാസവും ആയില്യം നാളിൻ്റെന്ന് നാഗദൈവ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ താങ്കൾക്ക് വീട് വെക്കാനുള്ള യോഗം ഉണ്ടാകും എന്നുള്ളതാണ് ജാതകപ്രകാരം പറയാനുള്ളത്. അപ്പം ജോലിക്ക് ഇത് യോഗമുണ്ടെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് മകം നാള് 8/11/93 എന്തിനാണ് എന്ന് ചോദിച്ചിട്ടില്ല, പേര് പറയുന്നില്ല. 8/11/93 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് പേര് നക്ഷത്രവും വേണം. അപ്പോൾ അത് വേണം. അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ശ്രീപതി ഹരീഷ് ജ്യോതി വിവാഹം നടക്കാനുള്ള സമയം ഒന്ന് പറഞ്ഞു തരണേ. ഒരു ഫ്ലാറ്റ് വാങ്ങാൻ നോക്കുന്നു, ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശ്രീപതി ഒരാളുടെ കാര്യമാണ് ചോദിക്കേണ്ടത്. രണ്ടുപേരുടെ കാര്യം ചോദിച്ചാൽ ആരുടെ കാര്യം പറയണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് കൺഫ്യൂഷനായി പോവും. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരണ്യ ഗൾഫിൽ പോകാൻ നോക്കുന്നുണ്ട്, മക്കളെ പഠിപ്പിക്കണം, ഒരു വീട് വെക്കണം, ഞാൻ പുറത്തു പോയി. എല്ലാ ജ്യോത്സ്യന്മാരും കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? ജ്യോത്സ്യന്മാരെല്ലാവരും ഡേറ്റ് അടിച്ചോ. 4/4/86 മീനം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രം, മീനമാസത്തിലെ അവിട്ടം, 4/4/86 4:27 PM. അപ്പം ശരണ്യയുടെ കാര്യമാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജോലിക്ക് വേണ്ടി ഗൾഫിൽ പോകാൻ നോക്കുന്നുണ്ട്. അധികം വൈകാതെ ശരിയാകുമോ ജോലി എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് പ്രശ്നം വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. മക്കളെ പഠിപ്പിക്കണം, ഒരു വീട് വെക്കണം, ഞാൻ പുറത്തു പോയി ജോലി നോക്കിയാലേ നടക്കൂ, അതൊരു സിംഗിൾ പേരൻ്റാണ്, ഞാൻ ആർക്കും ഒരു ബാധ്യതയാവാതിരിക്കാൻ നല്ലൊരു ജോലി വേണം, പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അപ്പം ഇങ്ങനെ പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അത് മനസ്സിലാക്കാനും മറ്റുള്ള ആളുകളൊക്കെ അത് കേൾക്കാനും അതിന് വേണ്ടിയിട്ടുള്ളൊരു മറുപടി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. നിങ്ങളെ വ്യക്തിപരമായി ഈ പറയുന്ന പേര് കൊണ്ട് മറ്റുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താണ് പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിക്കുന്നു. 38 വയസ്സ് 10 മാസമായിട്ടുണ്ട്. 39 വയസ്സാകാറായിട്ടുണ്ട്. ഇപ്പം ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത് സമയം വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരണ്യയ്ക്ക്. അപ്പം ശരണ്യ ജാതകപ്രകാരം അപ്പോൾ ശരണ്യയുടെ കാര്യങ്ങൾ ഇല്ലയോ, ശരണ്യയുടെ കാര്യങ്ങൾ ലൈവിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരണ്യ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് ഗൾഫിൽ പോകാനുള്ള സമയം ശരിയാകുമോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരും. അപ്പോൾ നിങ്ങളത് നോക്കുക. നോക്കിയിട്ട് ജാതകപ്രകാരം ഇപ്പോഴത്തെ ദശാപഹാരകാലം എന്ന് പറയുന്നത് വ്യാഴദശയിലെ രാഹുവിൻ്റെ അപഹാരകാലം എന്നാണ് കാണിക്കുന്നത്. ശനി ദശാകാലം ആരംഭിക്കുന്നത് 2026 ഒക്ടോബർ 25 മുതൽ താങ്കൾക്ക് ശനി ദശാകാലം ആരംഭിക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാഹു വ്യാഴം കഴിഞ്ഞാൽ ശനി. അപ്പം വ്യാഴദശാകാലമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ശനി ദശാകാലം വരുന്നുണ്ട്. 4-ാം ഭാവം വീട് വെക്കാനുള്ള യോഗം 2026 സെപ്റ്റംബർ 25 ഉണ്ടാകുമെന്നാണ് പ്രശ്നം നോക്കുമ്പോൾ ഇവിടെ തെളിയുന്നത്. അപ്പോൾ താങ്കൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുകയും എല്ലാ മാസവും നാഗദൈവങ്ങൾക്ക് 100 പാലും വഴിപാട് നടത്തുകയും ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. ഗൾഫിൽ പോകാനുള്ള യോഗം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 12-ാം ഭാവാധിപതിയായിട്ടുള്ള ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതിനകത്ത് വലിയ പ്രതീക്ഷയ്ക്ക് വകവുള്ളതായിട്ട് കാണിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ജോലി ചെയ്താലും നമുക്ക് ഗൾഫിൽ പോകാനുള്ള യോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണകരമായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നോക്കിയിട്ട് അത് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കുന്നതും അവിടെ നിൽക്കുന്നതും എല്ലാം ഒരുപോലെ ആയിരിക്കും. വലിയ സാമ്പത്തിക പുരോഗതി ഉണ്ടാകത്തില്ലെന്നാണ് കാണിക്കുന്നത്. 2026 ഒക്ടോബർ 25 മുതൽ താങ്കൾക്ക് സമയത്തിനൊരു മാറ്റം വരുന്നുണ്ട്. ആ സമയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. താങ്കളുടെ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് നെയിം സെലിൻ, കറക്റ്റ് അറിയില്ല,
പൂരാട നക്ഷത്രം ടൈം അറിയില്ല, അങ്ങനെ നോക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് സെല്ലിൻ്റെ കാര്യം നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സെല്ലിൻ്റെ കാര്യം നമുക്ക് സമയം അറിയില്ലാത്തതുകൊണ്ടാണ് നോക്കാൻ പറ്റാത്തത്. അടുത്തതായിട്ട് നമുക്കിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളവരുണ്ട്. ലൈവിലുള്ള ആളുകളുടെ നോക്കാം. അരുൺ മകയിരം 86 തൊഴിൽ തടസ്സം മാറുന്നതിന്. അരുൺ മകയിരം 12/6/86. എല്ലാവരും നോട്ട് ചെയ്യുക. 12/6/86 12/6/86 5:30 AM. തൊഴിൽ തടസ്സം മാറാൻ ശ്രീലക്ഷ്മി. പേര് അരുൺ മകയിരം. 12/6/86 5:30 AM. നക്ഷത്രം മകയിരം. അപ്പോൾ നമ്മുടെ തൊഴിൽ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മകയിരം നക്ഷത്രമാണ്. മകയിരം ചിത്തിര അവിട്ടം ചൊവ്വാദശയിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പം ചൊവ്വാദശ പരിഹാരമായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് താങ്കളുടെ വയസ്സനുസരിച്ച് നാരങ്ങാമാല ചാർത്തുകയും പഞ്ചാമൃതം അഭിഷേകം ചെയ്യുകയും ചെയ്ത് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്താനാണ് ഒരു ജ്യോത്സ്യർ പറയുന്നത്. അടുത്ത ആൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും എല്ലാവരുടെയും സമയം നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ആലോചിച്ച് പറയാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് 3-4 പേരെ നമ്മൾ ഇതിനകത്ത് വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം പൂയ നക്ഷത്രമാണെന്നാണ് കാണിക്കുന്നത്. 12/6/86 5:30 AM. മകയിരം, തിരുവാതിര, പുണർതം, പൂയ, ആയില്യം ഇല്ലയോ? രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം. അപ്പോൾ വ്യത്യാസം കാണിക്കുന്നുണ്ട്. 12/6/86 സമയം വ്യത്യാസമുണ്ട് കേട്ടോ. താങ്കളുടെ സമയം വ്യത്യാസം ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ തൊഴിൽ തടസ്സം മാറുന്നതിന് താങ്കളിപ്പോൾ ചെയ്യേണ്ട മകയിര നക്ഷത്രക്കാരനിപ്പോൾ ചെയ്യേണ്ട വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് താങ്കൾക്ക് വയസ്സെത്രയുണ്ടോ അത്രയും വയസ്സിനും ഒരു വയസ്സൂടെ കണക്ക് കൂട്ടിയിട്ട് താങ്കൾ നാരങ്ങാമാല ചാർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ജ്യോത്സ്യം നോക്കിയിട്ട് ഇവിടെ തെളിയുന്നത്. താങ്കൾക്ക് വയസ്സ് വന്നിട്ട് 38 വയസ്സുണ്ട്. അപ്പോൾ 39 വയസ്സിന് നടത്തുക. വെറ്റിലമാല ചാർത്തുക. സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള വഴിപാടുകൾ ചെയ്തു കഴിയുമ്പോൾ ശരിയാവും. നിങ്ങൾ ആ ലൈവിന് താഴെ മെസ്സേജ് അയക്കുന്നവരുടെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങളത് മനസ്സിലാക്കുക. കാര്യം എന്താണെന്ന് അറിയിച്ചാൽ നമുക്കിവിടെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തൊട്ട് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നത് നോക്കി നിങ്ങൾ തന്നെ കാണാം. ഞാൻ ഓപ്പൺ ചെയ്യാതിരിക്കുന്ന മെസ്സേജുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ ഇവിടെ 4 പേര് ജ്യോത്സ്യന്മാർ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഇതിനു വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആരെയും നിങ്ങളോടെല്ലാം ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞങ്ങളിത് ചെയ്യുന്നത്. എൻ്റെ മുഖഭാവം നിങ്ങൾക്ക് ഞാൻ ദേഷ്യമായിട്ട് പറയുന്ന പോലെ തോന്നിയെന്നിരിക്കും. പക്ഷേ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് സൗജന്യമായിട്ട് ഇത് ചെയ്തു തരുന്നത്. ഒരാൾക്കൊരു ഉപകാരം ആവുന്നെങ്കിൽ ഒരാൾക്കെങ്കിലും അത് ഉപകാരമാവട്ടെ. നമുക്ക് നിങ്ങളെക്കൊണ്ട് ഇതുകൊണ്ട് ദക്ഷിണ മേടിക്കാനോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നോ വരുമാനം ഉണ്ടാക്കാനോ ഉള്ള കാര്യമല്ല ചെയ്യുന്നത്. എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണം ചോദിച്ചു മേടിക്കുന്ന ആളല്ല. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കബഡി പ്രശ്നം വെക്കുന്നതിന് മാത്രം ഒരു ദക്ഷിണയുണ്ട്. 400 രൂപ ദക്ഷിണയുണ്ട്. അത് പറഞ്ഞു തന്നെ മേടിക്കും. അത് നിർബന്ധമായിട്ട് മേടിക്കുന്ന കാര്യമാണ്. അത് ഇവിടുത്തെ ദക്ഷിണയില്ല. ഇത് ഫ്രീ ആണ്. മാരേജ് എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ആതിര, കാർത്തിക. ഇപ്പോൾ 91 ആതിര, കാർത്തിക നക്ഷത്രം മാരേജ് എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചിട്ട് വത്സല പ്രകാശ് ചോദിച്ചിട്ടുണ്ട്. അപ്പം വത്സല ചേച്ചി ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മറുപടി പറയാൻ പോവാണ്. ആതിര, കാർത്തിക 14/5/91. ഇവിടെ നക്ഷത്രം നമ്മൾ പഞ്ചാംഗം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം വേറൊരാൾ അതിൻ്റെ പഞ്ചാംഗം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പഞ്ചാംഗത്തിൽ നമ്മുടെ കാർത്തിക നക്ഷത്രം തന്നെയാണ് വരുന്നതെങ്കിൽ മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിളിച്ചിട്ട് കാര്യമില്ല. ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ കൂടെ സംസാരിക്കാനൊക്കാത്തത് കൊണ്ട് താങ്കൾ ലൈവിൽ വരിക കേട്ടോ. ലൈവിൽ നടന്നുകൊണ്ടിരിക്കുക. ലൈവ് കാണൂ. ഫേസ്ബുക്ക് ലൈവ് കാണൂ. ഫേസ്ബുക്ക് ലൈവ് കാണൂ. താങ്കളുടെ കാര്യം വാട്സപ്പിൽ അറിയിക്കൂ. നോക്കി പറയാം. അപ്പോൾ ആതിര, കാർത്തിക 14/5/91 11:55 AM. മാരേജ് എപ്പോൾ നടക്കുമെന്ന് ചോദിക്കുന്നു. നേരത്തെ ആതിര, കാർത്തിക നക്ഷത്രം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ആതിര, കാർത്തികയുടെ 14/5/91 ഇവിടെ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രം കാർത്തിക 2ാം പാദമാണ്. ആദ്യം വിവാഹം നടന്നിട്ടുണ്ടോ ഇല്ലയോ എങ്ങനെയൊന്നും പറയുന്നില്ല. 33 വയസ്സ് 9 മാസമായിട്ടുണ്ട്. ആദ്യത്തെ മാരേജാണോ 2ാമത്തെ മാരേജാണോ എന്നൊന്നും പറയുന്നില്ല. അതോ വിവാഹം നടന്നിട്ടില്ലേ എന്നൊന്നും പറയുന്നിട്ടില്ല. എങ്കിലും ഇപ്പോഴത്തെ സമയം നമുക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ രാഹുർദശയിലെ ശുക്രൻ്റെ അപഹാരകാലമാണ് ഇദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. 2027 ഏപ്രിൽ 16 വരെ ഇപ്പോഴത്തെ ജാതകപ്രകാരം താങ്കൾക്ക് മംഗല്യയോഗം ഉണ്ടെന്നാണ് ആതിര, കാർത്തികയ്ക്ക് നോക്കിയിട്ട് കാണിക്കുന്നത്. വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നുണ്ട്. ശനി 7ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മംഗല്യം ഒരുപാട് താമസിക്കുമെന്നാണ് പറയുന്നത്. 7ാം ഭാവാധിപതി
ശനി ആവുകയും ശനി സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിവാഹത്തിൽപ്പെട്ട അല്ലാത്ത മംഗല്യങ്ങളൊക്കെ വരാനുള്ള യോഗവും അത് നടക്കാനുള്ള യോഗം ഉണ്ടാവുമെന്നും പറയാറുണ്ട്. നമ്മൾ മതത്തെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് വിഭാഗം മാറിയെന്നേ പറയുന്നുള്ളൂ. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറയുന്നതെന്നാണ് ഇവിടുത്തെ ജ്യോതിഷന്മാർ നോക്കിയിട്ട് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ താങ്കൾ ഇൻസ്റ്റാഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ജാതകപ്രകാരം ചോദിച്ചിട്ട് മാരേജ് എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സമയം പറയുന്നത്. 2027 ഏപ്രിൽ 16 വെച്ച് മംഗല്യയോഗം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ അവസരം വിനിയോഗിക്കുക. നേരത്തെ വിവാഹം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ജാതകപ്രകാരം ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് കൂവളത്തുമാല ചാർത്തിക്കൊണ്ട് സ്വയംവര മന്ത്ര അർച്ചന നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക എന്നുള്ളതാണ് മംഗല്യ തടസ്സത്തിനായിട്ട് പരിഹാരമായിട്ട് പറയാനുള്ളത്. നാഗപ്രീതിക്കായിട്ട് എല്ലാ മാസവും 100 പാലും വഴിപാടും കൂടെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ 2 പേരുടെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. 16/8 അത് എന്താ പറഞ്ഞിരിക്കുന്നത് കൊടുത്തിട്ടില്ല. രതി സുരേഷ് നോക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് രതി സുരേഷ് എന്താണ് ആവശ്യമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് രതി സുരേഷിൻ്റെ ഇപ്പോൾ ലൈവിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. അടുത്ത ആളുടെ നമുക്ക് നോക്കാം. കടബാധ്യത തീരാനായിട്ട് 16/8/85 6 AM ആയില്യം നക്ഷത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൈവിൽ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ലൈവാണ്. 1985 8 മാസം 16 തീയതി 6 AM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രം ആയില്യമാണ്. അഷ്ടമത്തിൽ ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കടം വന്നു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം. ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർക്ക്, കാരണം ചിതൽ പോലെയാണ് കീറുന്നത്. ഒരിക്കലും നമുക്ക് കടബാധ്യതയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകാനൊക്കത്തില്ലെന്നാണ് പറയുന്നത്. ആയില്യം തൃക്കേട്ട രേവതി ഉണ്ടെങ്കിൽ കേൾക്കുക. നിങ്ങളുടെ കടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കടം നിങ്ങൾക്കിപ്പോൾ 10 ലക്ഷം രൂപയുടെ കടം ഉണ്ടെങ്കിൽ നിങ്ങളത് 5 ആക്കി ചുരുക്കി കഴിയുമ്പോഴായിരിക്കും അടുത്ത 5 ലക്ഷത്തിൻ്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി കടങ്ങൾ ഒഴിവാക്കുക. അമാവാസിയുടെ അന്നാണ് താങ്കൾ ജനിച്ചിട്ടുള്ളത്. രതി സുരേഷ് അല്ലേ? രതി DOB മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. രതിയുടെയാണോ ഭർത്താവിൻ്റെയാണോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ പറയുന്നത് ആരുടെയാണെന്ന് നോക്കാം. അമാവാസിയുടെ അന്നാണ് ജനിച്ചിരിക്കുന്നത്. താങ്കൾക്ക് 39.5 വയസ്സായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആദിത്യ ദശയിലെ ശുക്രൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ജാതകപ്രകാരം കർത്തവാവിൻ്റെ അന്ന് ജനിച്ചിട്ടുള്ളതിനാൽ താങ്കൾ നിർബന്ധമായിട്ടും ദുർഗാദേവി ക്ഷേത്ര പുഷ്പാഞ്ജലി നടത്തി വെള്ളപ്പൂക്കൾ കൊണ്ട് പ്രാർത്ഥിക്കുക. വ്യാഴം നീചഭാവത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈശ്വരാധീനം വളരെയധികം മറഞ്ഞു നിൽക്കുകയാണെന്ന് കാണുന്നുണ്ട്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചനയും തുളസിമാലയും നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശിവഭഗവാന് ജലധാര, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ നടത്തുക. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ആയില്യം നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ സമയത്തിന് മാറ്റം വരാൻ ഉള്ള സമയമായിട്ടില്ല. ചന്ദ്രദശയാണ് ഇനി വരാൻ പോകുന്നത്. 2025 ഡിസംബർ 7 തീയതി മുതൽ ചന്ദ്രദശാകാലം വരുന്നത് വളരെയധികം ദോഷമാണെന്ന് തന്നെയാണ് നമ്മുടെ കാര്യം. കാരണം താങ്കൾ കർത്തവാവിൻ്റെ അന്നാണല്ലോ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രന് തീരെ ബലം കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് താങ്കൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ദോഷം കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ നീചഭാവാവസ്ഥ കാണിക്കുന്നുണ്ട്. സ്വദേശം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയാൽ വളരെയധികം ഉത്തമമാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ജാതകപ്രകാരം ചുവന്ന പവിഴം അല്ലെങ്കിൽ മുത്ത് രണ്ടും കൂടെ ചേർത്തുള്ള മോതിരമോ ലോക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് എന്നാണ് പറയാനുള്ളത്. കടബാധ്യത തീരുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ഭാഗ്യസൂക്ത മന്ത്രാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറയുന്നത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും ബ്രാഹ്മണദാനമാണ് പ്രധാനമായിട്ട് താങ്കളുടെ ജാതകപ്രകാരം കാണിക്കുന്നത്. ബ്രാഹ്മണ ശാപം എന്ന് പറയും, പൂർവ്വജന്മാർജ്ജത്തിൽ ആർജിക്കുന്ന ദോഷമാണ്. അപ്പം ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ കണ്ട്, ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ജാതിയെ അല്ല ഞാനത് പറയുന്നത്. ബ്രഹ്മജ്ഞാനമുള്ള നിങ്ങൾക്ക് തോന്നുന്ന ആർക്കെങ്കിലും നിങ്ങൾ വസ്ത്രമോ ദക്ഷിണയോ കാണിക്കയായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുക. നാഗദൈവ പ്രീതി വരുത്തുക. കടബാധ്യത വിട്ടൊഴിഞ്ഞു മാറുന്നതായിരിക്കും. അപ്പം അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ജാതകപ്രകാരം രതീഷ് രോഹിണി നക്ഷത്രം വിവാഹം, സാമ്പത്തികം, ജീവിത വിജയം എന്ന് പറയുന്നുണ്ട്. രതീഷ് കാണുന്നുണ്ടോ എന്നറിയത്തില്ല, നമുക്ക് നോക്കാം. രതീഷ് രോഹിണി നക്ഷത്രം 20/3/83 വിവാഹം, സാമ്പത്തികം, ജീവിത വിജയം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ജ്യോത്സ്യന്മാർ താങ്കളുടെ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ലൈവിലുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല.
ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 23/3/83 സമയം 8:50 AM അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാരനായ താങ്കൾ ചന്ദ്രദശയിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പം രോഹിണി ശ്രീകൃഷ്ണൻ്റെ നാളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ വഴിപാടുകൾ നടത്തുന്നു. ആയി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് തരണം കേട്ടോ. ഞാനത് നീ ആക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നത്. ഇപ്പം 41 വയസ്സ് 10 മാസമുണ്ട്. താങ്കൾക്ക് വ്യാഴദശയിലെ കേതുവിൻ്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രതീഷിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മംഗല്യ, ജീവിത, സാമ്പത്തികം ഈ മൂന്നും ഒരു വലിയ വിഷയമാണ്. എല്ലാവരുടെയും ആവശ്യം അതുതന്നെയാണ്. ഇപ്പോൾ താങ്കളുടെ ജാതകപ്രകാരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശാപഹാരപ്രകാരം വ്യാഴദശയിലെ കേതുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. വ്യാഴദശാകാലം 2033 വരെ ഉള്ളതായിട്ട് താങ്കളുടെ ജാതകപ്രകാരം കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗല്യയോഗം നടക്കാൻ പോകുന്ന സമയം 2025 നവംബർ 3 മുതൽ 2028 ജൂലൈ മാസം 3-ാം തീയതി വരെ ഒരു സമയം മംഗല്യത്തിന് ഇനിയുള്ള ഒരു സമയത്തുണ്ട്. നേരത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. 2011 അത് കടന്നത്. 2011 2014 മധ്യ ഒരു മംഗല്യയോഗം ഉണ്ടായിരുന്നു. താങ്കൾ അത് എങ്ങനെയാണ് അത് വിനിയോഗിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നേരത്തെ വിവാഹിതനാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ താങ്കളുടെ ജാതകപ്രകാരമുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു തരാം. താങ്കളുടെ ജാതകപ്രകാരം 2-ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ പോയിട്ട് എവിടെയാണ് നിൽക്കുന്നത്? ശുക്രൻ ലഗ്നത്തിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ 11-ാം ഭാവാധിപൻ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ ബുധൻ്റെ സ്ഥിതിയുണ്ട്. അത് 6-ാം ഭാവാധിപനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താങ്കൾക്ക് വരുന്ന കാര്യങ്ങൾ ധനനഷ്ടയോഗമാണ് കാണിക്കുന്നത്. ദൈവാധീനം വളരെ കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജാതകപ്രകാരം വിഷ്ണു പ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഇത് നടത്തുക. എന്താണ്? വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന നടത്തുക. ചോദിച്ചേ അവിടെ മതി. ഇവിടെ അല്ലേ. അപ്പോൾ അത് പറയാം. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ശ്രീസൂക്ത മന്ത്രാർച്ചന നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയപ്രകാരം ഒരു മാറ്റം വരും. ഇപ്പോഴത്തെ കേതുവിൻ്റെ അപഹാരം 2011 നവംബർ വരെ ഗണപതി ഹോമം നടത്തുക, ഗണപതിക്ക് നാളികേരം ഉടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. മാറ്റിക്കും. അടുത്ത ആളുടെ നോക്കാം. ഇങ്ങോട്ട് അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫേസ്ബുക്ക് ലൈവ് നോക്കുക. അടുത്തതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് വോയിസ് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ രാധയുടെ വോയിസ് മെസ്സേജ് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. ടൈപ്പ് ചെയ്ത് അയക്കുക. അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് പുണർദം നക്ഷത്രം. വിവാഹം എപ്പോൾ നടക്കും? 12/7/91. ജ്യോത്സ്യന്മാരെല്ലാം നോട്ട് ചെയ്യുക. 12/7/91 10 AM. അപ്പം താങ്കളുടെ വിവാഹകാര്യമാണ് നോക്കാൻ പോകുന്നത്. അനൂപിൻ്റെ വിവാഹകാര്യമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പം അനൂപിൻ്റെ വിവാഹകാര്യമാണ് ഇപ്പോൾ ലൈവിൽ നോക്കാൻ പോകുന്നത്. 12/7/91 10 AM വിവാഹം എപ്പോൾ നടക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിവാഹം എപ്പോൾ നടക്കും, ഏത് തീയതിയിൽ നടക്കും എന്ന് ജ്യോത്സ്യന്മാർക്ക് അത് പറയാൻ പറ്റുന്നില്ല കാര്യമല്ല. താങ്കളുടെ ഇപ്പോഴത്തെ ജാതകപ്രകാരം മംഗല്യത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ, മംഗല്യ സമയമാണോ എന്നുള്ളത് നോക്കി പറയാം. താങ്കളുടെ ജാതകപ്രകാരം ഇപ്പോൾ പുണർദ നക്ഷത്രമാണ് എന്നാണ് ലൈവിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നത്. 33 വയസ്സ് 7 മാസമായിട്ടുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ബുധൻ്റെ ദശയിലെ രാഹുവിൻ്റെ അപഹാരകാലമാണ് താങ്കൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. രതീഷെന്നല്ലേ പേരെന്താ നോക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഇദ്ദേഹത്തിന് 33 വയസ്സ് 7 മാസമുണ്ട്. ബുധൻ്റെ ദശയിലെ രാഹുവിൻ്റെ അപഹാരകാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനൂപ് പുണർദം. അനൂപിൻ്റെ കാര്യപ്രകാരം ഇപ്പോഴത്തെ ജാതകപ്രകാരം 33 വയസ്സ് 7 മാസമായിട്ടുണ്ട്. ബുധൻ്റെ ദശയിലെ രാഹുവിൻ്റെ അപഹാരമാണ്. വിവാഹം ഇപ്പോൾ നടക്കുമെന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. 2025 മാർച്ച് മാസം 3-ാം തീയതി മുതൽ 2027 ജൂൺ മാസം 9-ാം തീയതിക്കകം മംഗല്യയോഗം ഉണ്ട് എന്നാണ് ജാതകപ്രകാരം കാണിക്കുന്നത്. അപ്പോൾ താങ്കൾ ആ സമയം വിനിയോഗിക്കുക. ഇപ്പോഴത്തെ ജാതകപ്രകാരം 7-ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. ശനി 7-ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ മംഗല്യം താമസിക്കുമെന്നും നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടതല്ലാത്ത സ്വജാതിയിൽപ്പെട്ടതല്ലാത്ത മംഗല്യയോഗം ഉണ്ടാകുമെന്നും മംഗല്യം ദോഷപ്പെട്ടു വരുമെന്നും ഒക്കെയാണ് ജ്യോതിഷപ്രകാരം പറയാനുള്ളത്. താങ്കൾക്ക് ഗജകേസരി യോഗം 12-ലുള്ളതിനാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതായിരിക്കും താങ്കളുടെ ജാതകപ്രകാരം നല്ലത് എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഒരു തടസ്സം ദോഷമൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് പ്രതിവിധിയായിട്ട് 7-ാം ഭാവത്തിൽ 7-ാം ഭാവാധിപതി ഓജരാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം നടത്തുക, കുങ്കുമാർച്ചന നടത്തുക. അതുപോലെ തന്നെ
വെറ്റിലമാല, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സിൻ്റെ വെറ്റിലമാല ചാർത്തിക്കൊണ്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മംഗല്യയോഗം നടക്കുകയും തടസ്സങ്ങളുള്ളത് മാറിക്കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോൺ പറയുന്നുണ്ട്, ആ സ്റ്റോൺ ധരിക്കുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജാതകപ്രകാരം നിങ്ങൾ ചുമന്ന പവിഴം കല്ല് മോതിരമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനം ഉണ്ടാവുകയും തൊഴിൽ പുരോഗതി ഉണ്ടാവുകയും ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുകയും താങ്കളുടെ യോഗങ്ങൾ മാറി മറിയുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ ദശാപഹാര പ്രകാരം താങ്കൾക്ക് ബുധൻ്റെ ദശയാണ്, രാഹുവിൻ്റെ അപഹാരമാണ് തീരുന്നത് 2025. ഈ വരുന്ന മാർച്ച് മാസം 3-ാം തീയതി മാറിയിട്ട് വ്യാഴത്തിൻ്റെ അപഹാരം വരുന്നുണ്ട്. നല്ല സമയമാണ്, താങ്കൾക്ക് സമയം മാറുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് നമുക്കൊന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖില് കഷ്ടകാല സമയമാണോ? 16/1/87 5:21 AM അഖിൽ. നക്ഷത്രം പറഞ്ഞിട്ടില്ല അഖില്. അപ്പം അഖില് നക്ഷത്രം പറയുന്നിട്ടില്ല. 16/8/87 5:21 AM ആണ്. അപ്പം നക്ഷത്രം കൂടി അത് പറഞ്ഞാൽ മാത്രമേ നമുക്കിപ്പോൾ ലൈവിൽ താങ്കളുടെ പേരും നക്ഷത്രം എടുത്തപ്പോൾ നോക്കിയപ്പോൾ താങ്കൾ അത് പറയാത്തത് കൊണ്ട് അത് നോക്കുന്നതിനൊരു പ്രയാസം കാണിക്കുന്നുണ്ട്. എങ്കിലും 16/8/87 5:21 AM ഇവിടെ നടക്കുന്ന നക്ഷത്രം ഏതാണെന്ന്, ഇവിടെ കാണുന്ന പഞ്ചാംഗത്തിൽ കാണുന്ന നക്ഷത്രം ഏതാണെന്ന് ഞാൻ ലൈവിൽ പറയാം. 87 5:21 AM ജ്യോത്സ്യന്മാരെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നക്ഷത്രം പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നക്ഷത്രം നമുക്കിവിടെ ഭരണി നക്ഷത്രം എന്നാണ്. അപ്പം അതേ നക്ഷത്രം തന്നെയാണോ ഇവിടെ വരുന്നത് എന്നുള്ളത് നോക്കിയാൽ മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭരണി നക്ഷത്രം 4-ാം പാദത്തിലാണ് താങ്കൾ ജനിച്ചത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അഷ്ടമി ദിവസമാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ കഷ്ടകാലം കുറേ തന്നെ ഉണ്ടാകും. 37 വയസ്സ് 6 മാസമായിട്ടുണ്ട്. ഇപ്പോൾ രാഹുർ ദശാകാലമാണ് താങ്കൾക്ക്. ശുക്രൻ്റെ അപഹാരമാണ് നടക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ദശാപഹാരപ്രകാരം രാഹുർ ദശാകാലം ശുക്രൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് തുടങ്ങിയ സമയം 2013 മുതൽ ഇങ്ങോട്ട് ഇച്ചിരി ദോഷമാണെന്നാണ് കാണിക്കുന്നത്. അത് 2031 ജൂൺ മാസം 23-ാം തീയതി വരെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ജാതകപ്രകാരം ലഗ്നാധിപൻ ഗജകേസരി യോഗമുള്ള ജാതകക്കാരനാണ്. കർമ്മരാശിയിൽ വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണെന്നും താങ്കളുടെ ജാതകപ്രകാരം ചൊവ്വ യോഗകാരകനായിട്ട് ബലവാനായിട്ട് 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധനയോഗം ഉള്ളവനായിട്ടും കാണിക്കുന്നുണ്ട്. താങ്കൾ പറയുന്നതിന് വിപരീതമായിട്ടാണ് താങ്കളുടെ ജാതകപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിലപ്പം കയ്യിരിപ്പൊക്കെ ചിലപ്പോൾ മോശമായിരിക്കും. അപ്പോൾ അതൊന്ന് മാറ്റി പരിഹരിക്കണം. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സമയപ്രകാരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗപ്രീതി വരുത്തുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:15-നും 7:15-നും മധ്യേ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് കൂളത്തും മാല ചാർത്തിക്കൊണ്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക, ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് സമയദോഷം ജാതകം കൊണ്ട് മാത്രമായിരിക്കത്തില്ല വരുന്നത്. എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കുടുംബപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളോ ശാപങ്ങളോ ദുരിതങ്ങളൊക്കെ കാണും. അപ്പോൾ ആ ദുരിതങ്ങളെ കൊണ്ടും മനുഷ്യർക്ക് ദോഷങ്ങൾ വരാം. എല്ലാം ജാതകം കൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയാൽ ഒരുപാടുണ്ട്. അപ്പം താങ്കൾക്ക് പരിഹാരം ഞാൻ പറഞ്ഞത് കേട്ടോ എന്നറിയത്തില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. താങ്കൾക്ക് ചെയ്യേണ്ട പരിഹാരം വെച്ചാൽ നാഗപ്രീതി വരുത്തുക. എല്ലാ ഞായറാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് 6:15-നും 7:15-നും ഇടയ്ക്ക് പോയിട്ട് ഈ വഴിപാട് നടത്തുക. ഗജകേസരി യോഗം തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന ചെയ്യുക. നമ്മുടെ കയ്യിൽ നിന്നുള്ള പിഴവുകളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് താങ്കളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കല്യാണ ടൈം ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പേര് ദിലീപ്. 17/8/90 കല്യാണം നടക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ദിലീപിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 17/8/90 11:20 AM കല്യാണം നടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിൽ തന്നെ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നോക്കാൻ പ്രയാസമായിരിക്കും. ഞാനിപ്പോൾ ഈ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ നോക്കിയിട്ടാണ് അയക്കുന്നത്. ആദ്യം വന്നവരെ എല്ലാം നോക്കുന്നത്, ഇങ്ങനെ കാണുന്നത് അപ്പോൾ തന്നെ എടുത്ത് നോക്കുവാണ്. തിരുവാതിര നക്ഷത്രം കല്യാണ ടൈം ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് 34.5 വയസ്സുണ്ട്. ഇപ്പോൾ ശനി ദശയാണ് ഇദ്ദേഹത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. പേര് തിരുവാതിര നക്ഷത്രം. ദിലീപിൻ്റെ കാര്യമാണ് പറയുന്നത്. താങ്കൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഇപ്പോൾ ദശാപഹാരം നടന്നുകൊണ്ടിരിക്കുന്നത് ശനി ദശയിലെ രാഹുവിൻ്റെ അപഹാരമാണ്. അത് ദോഷ സമയമാണ്. 2025 ഡിസംബർ മാസം 15-ാം തീയതി വരെ താങ്കളുടെ സമയം ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ജാതകപ്രകാരം ശനി യോഗകാരകത്വം വഹിച്ച് 3-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 7-ാം ഭാവത്തിൽ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ നല്ല മംഗല്യയോഗം ബലമായിട്ട് കാണിക്കുന്നുണ്ട്. എങ്കിലും അത് 2025 ഡിസംബർ മാസം 8-ാം തീയതി മുതലാണ് അതിൻ്റെ ഒരു യോഗം പ്രധാനമായിട്ട് കാണിക്കുന്നത്. കല്യാണ സമയത്തിന് യോഗമാണ് ഈ പറയുന്നത്. ദശാപഹാര പ്രകാരം
2025 ഡിസംബർ 15 കഴിയുകയാണ്. ഇനിയുള്ള സമയം പ്രധാനമായിട്ടും മംഗല്യത്തിന് യോഗം കിടക്കുന്നത്. താങ്കൾ ഓജരാശിയിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യന് വേണ്ടിയിട്ട് 34 നാരങ്ങ വെച്ച് ഒരു മാല കെട്ടി എല്ലാ മാസവും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് സമർപ്പിക്കുകയും പഞ്ചാമൃതം കൊണ്ട് നിവേദ്യം നടത്തുകയും ഭാഗ്യസൂക്ത മന്ത്രാർച്ചനയും നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മംഗല്യയോഗം പെട്ടെന്ന് നടക്കുകയും എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതുകൂടാതെ ശനി ദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, മാസത്തിലൊന്നു മതി, വെണ്ണ നിവേദ്യം നടത്തുക, കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യുക, കുങ്കുമാർച്ചന എന്ന് പറയും. അത് ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ലൈവിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, താങ്കളത് കേൾക്കുക എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സുമിത ഒന്നും പറഞ്ഞിട്ടില്ല, വീടെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2686 7:45 PM. വീട് വിൽക്കാനാണോ വീട് മേടിക്കാനാണോ? അപ്പോൾ സുമിതയുടെ കാര്യം നോക്കുമ്പോൾ സുമിത ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, വീട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുമിതയുടെ വീട് വിൽക്കാനാണോ വീട് മേടിക്കാനാണോ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ലൈവിൽ താങ്കളുടെ പേരെടുത്തപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ലൈവ് ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം അത് കൃത്യമായിട്ടൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് നോക്കിയിട്ട് വിവരം പറഞ്ഞുതരാം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സാമ്പത്തികം, ജോലി, വിവാഹം. പൂരാട നക്ഷത്രം പൂജ 23/2/98. പൂജ പൂരാട നക്ഷത്രം 23/2/98. അപ്പം താങ്കളുടെ ജാതകപ്രകാരം പൂരാട നക്ഷത്രം ഭരണി പൂരാടം ശുക്രദശയിലാണ് താങ്കൾ ജനിച്ചിരിക്കുന്നത്. ജോലിയും വിവാഹത്തെക്കുറിച്ചുമാണ് പൂജ ചോദിച്ചിട്ടുള്ളത്. 23/2/98 11:23 പറഞ്ഞിട്ടേ കൊടുത്തിട്ടുള്ളത്. ജനന സമയം രാവിലെയാണോ വൈകിട്ടാണോ എന്ന് ഇതിനകത്ത് കൊടുത്തിട്ടില്ലാത്തതിനാൽ സഹോദരിയുടെ സമയം എടുത്തപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയില്ല. AM ആണോ PM ആണോ എന്ന് താങ്കൾ കൊടുത്തിട്ടില്ലാത്തതിനാൽ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി കമൻറ്റ് ചെയ്യുക. അടുത്ത ആളുടെ നമുക്ക് നോക്കാൻ പോവാണ്. പേര് മുരളി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ആയില്യം. വേറെ പേര് മുരളി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുരളി ജി. ആയില്യം നക്ഷത്രം 5/4/71 6:56 PM. മുരളി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്താണ് ആവശ്യമൊന്നും അറിയിച്ചിട്ടില്ലാത്തതിനാൽ താങ്കളുടെ എടുത്തപ്പോൾ നോക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം എന്താണ് ആവശ്യമെന്നും കൂടി അറിയിക്കുക. അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ലൈവ് തുടങ്ങിയെന്ന് ചോദിച്ചിട്ട് ഒരാൾ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സുനേന 1980 ഓഗസ്റ്റ് 13 ജോലി വീടെന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. സുനേന 80 ജനിച്ച 45 വയസ്സുണ്ട്. എന്ത് ജോലിക്കാണ് സുനേന ശ്രമിക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ. എന്തായാലും സുനേനയുടെ സമയം നോക്കിയിരുന്നുകൊണ്ട് ഇവിടെ ജ്യോത്സ്യന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെക്കുറിച്ച് വിവരം പറയാം. ലൈവ് കാണുക. 1980 ഓഗസ്റ്റ് മാസം 13-ാം തീയതി 1:30 PM പൂരം നക്ഷത്രത്തിലാണ് സുനേന ജനിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിൽ കണ്ടകശിനി ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ജനിച്ചിരിക്കുന്നത് ശുക്രദശയെന്നാണ് കാണിക്കുന്നത്. അപ്പം ശുക്രദശയിൽ ജനിച്ചിട്ടുള്ള സുനേന ജാതകപ്രകാരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ശ്രീ സൂക്ത മന്ത്ര അർച്ചന ചെയ്യുക. പൂരം നക്ഷത്രത്തിന് ഇപ്പോൾ നിലവിൽ കണ്ടകശിനിയുണ്ട് മാർച്ച് വരെ. അപ്പം മാർച്ച് മാസം വരെയെങ്കിലും നിങ്ങൾ നീരാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന് ജോലി സംബന്ധമായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് രാജഗോപാല മന്ത്രാർച്ചന നടത്തുക. വീട് സംബന്ധമായിട്ടുള്ള തടസ്സമുള്ളവർ ഈ നാഗർ ക്ഷേത്രത്തിൽ പുറ്റുമുട്ട സമർപ്പിച്ചിട്ട് മഞ്ഞപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി പോലുള്ള വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ താങ്കളുടെ വീട് സംബന്ധമായിട്ടുള്ള പ്രശ്നം മാറിക്കിട്ടും. താങ്കളുടെ ജാതകപ്രകാരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം 1:30 PM ജ്യോത്സ്യന്മാർ പറയുന്ന സമയം വെച്ചുകൊണ്ട് ഞാൻ നോക്കി പറഞ്ഞുതരാം. താങ്കൾക്ക് പൂരം നക്ഷത്രം 44 വയസ്സ് 6 മാസമായിട്ടുണ്ട്. വ്യാഴദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരകാലം ആണെന്നാണ് താങ്കളുടെ ജാതകം നോക്കുമ്പോൾ കാണിക്കുന്നത്. ഗജകേശ്വരി യോഗമുണ്ട്. കർമ്മഭാവത്തിലാണ് നിൽക്കുന്നത്. അത് അനുഭവത്തിൽ വരും എന്നാണ് കാണിക്കുന്നത്. വ്യാഴം നല്ല സമയമാണ്. വ്യാഴം ഓജരാശിയിൽ നിൽക്കുന്നതിന് നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക. അതുപോലെ ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ട് ശ്രീസൂക്ത മന്ത്രാർച്ചന നടത്തുക. തുളസിമാല, പാൽപ്പായസം, നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, വിഷ്ണു സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ജാതകപ്രകാരമുള്ള എല്ലാ കഷ്ടതകാലങ്ങളും വിട്ടൊഴിഞ്ഞു മാറുകയും തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴദശാകാലമാണ്. വ്യാഴം ജാതകപ്രകാരം നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. ഗജകേശ്വരി യോഗം അനുഭവത്തിൽ വരാൻ കിടപ്പുണ്ട്. അപ്പോൾ സമയപ്രകാരം 2039 വരെ താങ്കൾക്ക് വ്യാഴദശാകാലമായതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. ലൈവിൽ പറഞ്ഞിട്ടുള്ളത് കേൾക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മകൻ നക്ഷത്രം. അടുത്തത് 8/11/93 നാള് വേണ്ട നോക്കണ്ട, അത് നോക്കാൻ ടൈം കൊടുത്തിട്ടില്ല. മകൻ നക്ഷത്രം എന്നേ കൊടുത്തിട്ടുള്ളൂ, പേര് കൊടുത്തിട്ടില്ല. 8/11/93 ഹരികൃഷ്ണൻ എന്നാണ് അവരുടെ ഇത് കിടക്കുന്നത്. അപ്പോൾ എന്താ കാര്യമെന്ന് അറിയിച്ചിട്ടില്ലാത്തതുകൊണ്ടും താങ്കളുടെ സമയം കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടും ലൈവിലെടുത്തപ്പോൾ നോക്കാൻ പറ്റിയിട്ടില്ല. അതിനെക്കുറിച്ച് അടുത്ത പ്രാവശ്യം കമൻറ്റ് ചെയ്യുക.
അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്രശാന്ത് ലൈവിലുണ്ടോയെന്ന് അറിയത്തില്ല. പ്രശാന്ത് മകൻ നക്ഷത്രം വിവാഹത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എടുത്തോ. 26/3/83 3:18 PM എന്ന് കൊടുത്തിട്ടുണ്ട് പ്രശാന്ത്. പ്രശാന്തിൻ്റെ മംഗല്യകാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയിട്ട് പറയാൻ പോവുകയാണ്. ജ്യോത്സ്യന്മാർ താങ്കളുടെ കാര്യങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 26/3/83 3:18 PM താങ്കൾ ജനിച്ചിട്ടുള്ളത്. താങ്കൾക്കിപ്പം 42 വയസ്സ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നിലവിൽ കാണുന്നത്. താങ്കൾ ആദ്യം വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലെങ്കിലും താങ്കളുടെ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ദശാപഹാരപ്രകാരം ആയിട്ടുണ്ടോ? മകൻ നക്ഷത്രമാണ്. താങ്കൾക്കിപ്പം നിലവിൽ കണ്ടകശിനിയുണ്ട്. 41 വയസ്സ് 10 മാസം 23 ദിവസം ആയിട്ടുണ്ട്. 42 വയസ്സ് ഈ വർഷം പൂർത്തിയാവും മാർച്ച് 26-ന്. ഇപ്പോഴത്തെ ദശാപഹാരപ്രകാരം താങ്കളുടെ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് നടപ്പ് ദശ ചൊവ്വ ദശാകാലമാണ് താങ്കൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതകപ്രകാരം ചൊവ്വ ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗകാരകനാണ് ചൊവ്വ. അത് 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽപ്പുണ്ട്. അപ്പം ദശാപഹാരപ്രകാരം ചൊവ്വ ദശാകാലം 2028 ജൂൺ മാസം 11 വരെ താങ്കൾക്ക് ചൊവ്വ ദശാകാലമായതുകൊണ്ട് സമയം അത്ര ദോഷമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ബുധൻ്റെ അപഹാരം നടക്കുന്നത് കൊണ്ട് മംഗല്യയോഗത്തിനും യോഗമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ലഗ്നാധി 7-ാം ഭാവാധിപതി ശനി ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വഭാവഭാഗത്തിൽ നിന്നല്ലാത്തതോ വിവാഹം നടക്കാനുള്ള കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 7-ാം ഭാവാധിപതി 5-ാം ഭാവാധിപതിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതിനാൽ മനസ്സിനിണങ്ങിയ വിവാഹം നടക്കാൻ യോഗമുണ്ട്. കാലതാമസം നേരിടും. 7-ാം ഭാവാധിപതി ശനി ആയതുകൊണ്ടും ഓജരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് സുബ്രഹ്മണ്യനും ഹനുമാൻ സ്വാമിക്കും വഴിപാട് ചെയ്യുക. ഹനുമാൻ സ്വാമിക്ക് നേരത്തെ പറഞ്ഞ പോലെ വെറ്റിലമാല ചാർത്തുക, വെണ്ണ നിവേദ്യം നടത്തുക, പാൽപ്പായസ നിവേദ്യം നടത്തുക, കുങ്കുമാർച്ചന നടത്തിക്കഴിഞ്ഞാൽ താങ്കളുടെ മംഗല്യയോഗം പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. അടുത്ത ആളുടെ കാര്യം നമുക്ക് നോക്കാം. ജോലിയുടെ കാര്യം നോക്കണം. അറിയാനായിരുന്നു. ജോലി ഇപ്പോഴത്തെ കിട്ടുമായിരിക്കും. ഒരുപാട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒന്നും റെഡിയാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജോലിയുടെ കാര്യം നോക്കണമെന്ന് പറഞ്ഞിട്ട് 26/93 ചോദ്യ നക്ഷത്രം അമൃത 7:15 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം നോക്കണം. ജോലി എപ്പോഴത്തേക്ക് കിട്ടുമായിരിക്കും. ഒരുപാട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒന്നും റെഡിയാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അമൃത ഏത് ജോലിക്കാണ് ശ്രമിക്കുന്നത്? വിദേശത്താണോ സ്വദേശത്താണോ? ഏതെങ്കിലും ടെസ്റ്റുകൾ എഴുതുന്നത് സർക്കാർ ജോലിക്കുള്ള ടെസ്റ്റാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല. എങ്കിലും നമുക്ക് ജ്യോത്സ്യന്മാർ താങ്കളുടെ സമയം നോക്കുന്നുണ്ട്. 26/93 ചോദ്യ നക്ഷത്രം 7:15 AM അമൃത ജോലിയുടെ കാര്യം നോക്കാൻ പോവുകയാണ്. കിട്ടിയോ? ചോദ്യ നക്ഷത്രം താങ്കളുടെ ജാതകപ്രകാരം ഇപ്പം 31 വയസ്സ് 8 മാസമായിട്ടുണ്ട്. അപ്പോൾ ഏത് ജോലിക്കാണ് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ലാത്തതിനാൽ താങ്കളുടെ സമയം ഇപ്പം നോക്കി പറയാൻ പോവുകയാണ്. അപ്പോൾ ശനിദശയിലെ ശുക്രൻ്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5/6/2022 മുതൽ ശനി ദശയിൽ ശുക്രൻ്റെ അപഹാരമാണ് നടക്കുന്നത്. അപ്പോൾ ശനി ദശാകാലം 2034 ആഗസ്റ്റ് മാസം 14 വരെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ജാതകപ്രകാരം ശനിയുടെ സ്ഥിതി എന്ന് പറയുന്നത് 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്, ഓജരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശനി ദശാകാലമുള്ളവരും ശനി 7-ാം ഭാവത്തിലും ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നവരും നിങ്ങൾ ശൈവമൂർത്തികളെയാണ് പ്രധാനമായിട്ട് ആരാധിക്കേണ്ടത്. ശിവൻ, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ സുബ്രഹ്മണ്യനല്ല ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമായിട്ടുള്ള ജോലിക്കാരിയൊക്കെ തടസ്സങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് മാറുകയും അതുപോലെ തന്നെ നമുക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതിനും ഹനുമാൻ സ്വാമിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. വെറ്റിലമാല ചാർത്തുക, വടമാല ചാർത്തുക, കുങ്കുമാഭിഷേകം നടത്തുക, വെണ്ണ കൊണ്ട് നിവേദ്യമൊക്കെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം അടുത്തതായി നോക്കാം. നിജ പൂരുരുട്ടാതി ഒരുപാട് കാര്യങ്ങൾ. നിജ പൂരുരുട്ടാതി കുംഭക്കൂറ് 2001 ജൂൺ 11:4 PM ജനനം. പഠനം സംബന്ധിച്ച് വിദേശത്താണ്. നിലവിൽ അവിടെ തുടർന്ന് നിൽക്കാനുള്ള വിസ അപ്രൂവലായി കിട്ടുമോ, തുടർന്നുള്ള പഠനം, ജോലി എന്നിവയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നോക്കാം. നിജയുടെ കാര്യം നോക്കാം. അപ്പോൾ നിജയുടെ സമയം കുംഭക്കൂറ് പഠനം സംബന്ധിച്ച് വിദേശത്താണെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നിജയുടെ സമയം നോക്കാം. 2001 ജൂൺ മാസം സമയം ഡേറ്റ് കൊടുത്തിട്ടില്ലല്ലോ നിജ. 2001 ജൂൺ മാസം എന്നേ കൊടുത്തിട്ടുള്ളൂ, 11:04 PM എന്നേ കൊടുത്തിട്ടുള്ളൂ. താങ്കൾക്ക് നിർഭാഗ്യമായി പോയി. താങ്കളുടെ ഡേറ്റ് കൊടുത്തിട്ടില്ല. താങ്കളുടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ താങ്കൾ സമയം കൊടുക്കാത്തതുകൊണ്ട്
ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് അത് നോക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഡേറ്റ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മെസ്സേജ് അയയ്ക്കുക. അടുത്തതായിട്ട് അതുൽ തിരുവോണം 24/12/2006 അതുൽ 4:30 AM തിരുവോണം പഠിത്തം ഇപ്പോൾ മുടക്കം വന്നു, അത് മുന്നോട്ട് പോകാനും ജോലി സാധ്യത ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് മായ ആണ് മെസ്സേജ് അയച്ചതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പം നിങ്ങളുടെ പെണ്ണാണോ ആണാണോ എന്ന് ചോദിച്ചിട്ടില്ല. അതുൽ അല്ലേ, അതുലപ്പോൾ ആൺകുട്ടിയാണ്. 24/12/2006 സമയം വന്നിട്ട് 4:30 AM തിരുവോണം നക്ഷത്രം. 4:30 AM തിരുവോണം നക്ഷത്രം വന്നിട്ട് ഇപ്പോൾ വയസ്സ് വന്നിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് 18 വയസ്സ് 1 മാസമാണ്. രാഹുർ ദശയിലെ ബുധൻ്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുർ ദശാകാലം 2034 ജനുവരി 27 വരെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സമയദോഷമാണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജാതകം പൊതുവേ ഇച്ചിരി ദുരിതഭാവത്തിലാണ് ആ ജാതകം നിൽക്കുന്നത്. കർമ്മഭാവത്തിൽ കേതുവും ശനിയും നിൽക്കുന്നത് കൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. താങ്കളുടെ കർമ്മം ശനിയും കേതുവും കൂടി ഒരുമിച്ച് വന്നാൽ ബന്ധനയോഗം എന്നൊക്കെ പറയും ജാതകത്തിൽ. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. ബന്ധനയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവിലൊക്കെ ഇരുന്നുകൊണ്ട് എന്താണ് ബന്ധനയോഗം എന്ന് പൂർണ്ണമായിട്ടും പറയാനൊക്കുന്ന ഒരു വിഷയമല്ല. ഈ ജയിൽവാസം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയൊക്കെ ഉണ്ട്, കേസ് വഴക്കിലൊക്കെ ചെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ജാതകത്തിൽ. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം. രാഹുർ ദശ ആയതുകൊണ്ട് ഈ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ തൊഴിൽപരമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ താങ്കളുടെ ജാതകപ്രകാരം വിവിധങ്ങളായിട്ടുള്ള കലകളിൽ ഏർപ്പെടുന്നതും സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, ആഭരണ വ്യാപാരം, വാഹന സംബന്ധമായിട്ടുള്ള ഫീൽഡുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനറി സാമഗ്രികൾ, കലാപരം സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കച്ചവടം ചെയ്യുന്നത്, മൃഗസംരക്ഷണം ചെയ്യുന്നത്, ബ്യൂട്ടി പാർലർ നടത്തുന്നത്, അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെടുന്നതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ലൈവിലിരിക്കുവാണല്ലോ, ലൈവ് നടക്കുവാണ്. ആരാ വിളിക്കുന്നേ? ഞാൻ ഇപ്പം ഒരു ഫേസ്ബുക്കിൽ കയറിക്കുവാ, ഞാൻ ലൈവിലിരിക്കുവാ. ലൈവ് ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടോ? വാട്സപ്പിൽ ഹായ് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് തിരുവോണ നക്ഷത്രത്തിലുള്ള അതുലിൻ്റെ കാര്യമാണല്ലേ, അതുൽ അല്ലേ. അപ്പോൾ അതുലിൻ്റെ കാര്യം തിരുവോണ നക്ഷത്രത്തിൽ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള തൊഴിലുകളാണ് നല്ലതെന്ന് കാണുന്നുണ്ട്. അപ്പം ദോഷപരിഹാരമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗദേവ പ്രീതി വരുത്തുക. ഞായറാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ രാവിലെ 6:15 7:15 ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന ചെയ്യുക. താങ്കളുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിരിക്കും. അടുത്തതായിട്ട് സനു മൂലം നക്ഷത്രം, മാരേജ് പ്രോബ്ലം. സനു മൂലം നക്ഷത്രം 7/8/85 8:45 PM എന്നാണ് കൊടുത്തിരിക്കുന്നത്. മാരേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ലൈവിൽ എടുത്തിട്ടുണ്ട്, നോക്കാൻ പോവാണ്. സനു വേണുഗോപാൽ ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. താങ്കളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 7/5/55 8:45 PM. അപ്പോൾ നമ്മുടെ ഇവിടെ 3-4 പേര് നമ്മുടെ ചുറ്റും ജ്യോതിഷം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഡേറ്റുകൾ പറയുമ്പോൾ നമ്മളിലെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിന് ഒരു ഡേറ്റ് പറയുമ്പോൾ നോക്കുമല്ലോ. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ സമയം എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പല ആളുകളുടെയും കാര്യം നോക്കുകയും എൻ്റെ ചിന്ത ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് താങ്കളുടെ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈവിൽ എന്താണോ ആൾക്കാർ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടോ, കിട്ടിയോ? അപ്പം മൂലം നക്ഷത്രത്തിലുള്ള മാരേജ് പ്രോബ്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണം നടക്കാത്തതാണോ കല്യാണം നടന്നിട്ടുള്ള പ്രോബ്ലമാണോ എന്ന് അദ്ദേഹം പറയുന്നിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സമയം പറയാം. 39 വയസ്സ് 9 മാസമാണ് അദ്ദേഹത്തിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രദശാകാലമാണ്, അതിൽ ശുക്രൻ്റെ അപഹാരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രദശയിലെ ശുക്രൻ്റെ അപഹാരം, ചന്ദ്രദശാകാലം തീരുന്നത് 2027 മാർച്ച് 10 വരെ ഇദ്ദേഹത്തിന് ചന്ദ്രദശാകാലമാണെന്നാണ് നോക്കിയിട്ട് കാണിക്കുന്നത്. ചന്ദ്രൻ ജാതകപ്രകാരം നിൽക്കുന്നത് 2-ാം ഭാവത്തിലാണ്. 9-ാം ഭാവാധിപൻ 7, 8, 9 9-ാം ഭാവാധിപത്യം വഹിച്ച് 2-ാം ഭാവത്തിൽ നിൽക്കും. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ ശാപദോഷം ഉണ്ട്. പൂർവ്വജന്മാർജിതമായിട്ട് ആർജിച്ചിട്ടുള്ള ദോഷമാണ് അത്. ഈ ജന്മത്തിൽ അത് പരിഹരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മഞ്ഞപ്പുഷ്യരാഗം എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. അത് മംഗല്യത്തിനും പ്രോബ്ലം മാറുന്നതിനെന്ന് വിചാരിച്ചിടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് 2 ക്യാരറ്റിൽ കുറയാത്ത മഞ്ഞപ്പുഷ്യരാഗം സ്റ്റോണ് മോതിരമായിട്ട് ധരിക്കുക. അതുപോലെ തന്നെ ബ്രാഹ്മണപ്രീതി വരുത്തുന്നതിന് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. എല്ലാ വ്യാഴാഴ്ചയും ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും. മൂലം നക്ഷത്രത്തിൻ്റെ അധിപൻ ഗണപതി ആയതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യണം. എല്ലാ മാസവും ഒരു ഗണപതി ഹോമം നടത്തുകയും കറുകമാല നടത്തുകയും ചെയ്യണം.
മംഗല്യദോഷം മാറുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ദശാപഹാര പ്രകാരം താങ്കൾക്ക് ചന്ദ്രദശയിൽ ശുക്രൻ്റെ അപഹാരമായതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ സ്വയംവര മന്ത്രാർച്ചന നടത്തുന്നത് നല്ലതായിരിക്കുമെന്നും ഇവിടുത്തെ ജ്യോതിഷം നോക്കിയതിന് ശേഷം അത് തെളിയുന്നുണ്ട്. അത് വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യുക. താങ്കളുടെ കാര്യം ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അശ്വതി നക്ഷത്രത്തിലുള്ള സ്നേഹ 22/6/95 10:36 AM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹയുടെ അശ്വതി നക്ഷത്രം കല്യാണം നടക്കാൻ ഇപ്പോൾ ടൈം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്നേഹ കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല, നമുക്ക് നോക്കാം. 22/6/95 10:36 AM 1995 10:36 AM കല്യാണം നടക്കാൻ യോഗമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നേഹയുടെ നമ്മളിങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവിൽ പറയുന്നത് അല്ലാത്ത ജ്യോതിഷവും നമുക്കുണ്ട്. അപ്പോൾ ലൈവിൽ പറയുന്ന കാര്യം സ്നേഹ നിങ്ങളുടെ ഐഡൻറ്റിഫൈ നമുക്കിവിടെ വെളിപ്പെടുത്തുന്നില്ല, ആരാണെന്ന് അറിയുന്നില്ല. നിങ്ങൾ മാത്രമേ നിങ്ങളുടെ കാര്യം അറിയുന്നുള്ളൂ. നിങ്ങളറിയാതെ നിങ്ങളുടെ ജ്യോതിഷം നോക്കുന്ന ഓൺലൈൻ ജ്യോതിഷവും നമുക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് രാവിലെ 1 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 4 മണി വരെ എന്നെ ഫോണിൽ മുഖാന്തരം ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അശ്വതിയുടെ അല്ല പറയുന്നത്, മറ്റുള്ള കിട്ടാത്ത ആളുകളോടാണ് പറയുന്നത്. കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കാര്യം ഫോണിൽ കൂടെ പറഞ്ഞു തരാം. കവടി പ്രശ്നം പോലുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നതിന് ദക്ഷിണ അയക്കേണ്ടതായിട്ട് വരും. അശ്വതിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ 29 വയസ്സ് 7 മാസമായിട്ടുണ്ട്. കല്യാണം നടക്കാൻ ഇപ്പോൾ ടൈം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അശ്വതി ആദ്യം വിവാഹിതയാണോ എന്നറിയത്തില്ല, 29 വയസ്സായതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആദിത്യ ദശാകാലത്തിൽ ബുധൻ്റെ അപഹാരകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2025 ആഗസ്റ്റ് മാസം 2-ാം തീയതി വരെ ഇപ്പോഴത്തെ നിലവിൽ അനുസരിച്ച് ഒരു മംഗല്യയോഗം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. 7-ാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നതിനാൽ താങ്കൾക്ക് കാര്യമായ മംഗല്യദോഷം ഉള്ള ഒരു ജാതകക്കാരിയാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം 7-ാം ഭാവാധിപതി നേരത്തെ ഞാൻ പറഞ്ഞു, അഷ്ടമഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ ആദ്യത്തെ മംഗല്യം മുടങ്ങിപ്പോകുക, മംഗല്യം നടക്കാറായ ലക്ഷണം വരെ വന്നിട്ട് തടസ്സപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട അല്ലാത്ത ആരെങ്കിലുമായിട്ട് സ്നേഹബന്ധത്തിൽ പോലെ ഏർപ്പെടേണ്ടതായിട്ട് വരിക. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ല പറയുന്നത്, ശനി 7-ാം ഭാവത്തിൽ നിന്നാൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. താങ്കൾക്ക് അത് അനുഭവത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. അതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് താങ്കളാണ്. താങ്കൾ ചോദിച്ചിരിക്കുന്നത് മംഗല്യം ഇപ്പോൾ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമയമുണ്ട് 2025 ആഗസ്റ്റ് മാസം 2-ാം തീയതി വരെ, അതല്ലെങ്കിൽ 2025 ഡിസംബർ മാസം കഴിഞ്ഞിട്ട് നോക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് വ്യക്തിപരമായി താങ്കളോട് പറയാനുള്ളത്. ഈ വർഷം ഡിസംബർ കഴിഞ്ഞതിന് ശേഷം, എന്തായാലും ഇത്രയും നേരം താമസിച്ചല്ലോ. അപ്പോൾ ഇനി എന്താണ് പരിഹാരം വെച്ചാൽ ശിവക്ഷേത്രത്തിൽ കൂവളത്തും മാല കൊണ്ട് അർച്ചന നടത്തുക, അല്ലെങ്കിൽ കൂവളത്തും മാല ചാർത്തുക, ജലധാര നടത്തുക, സ്വയംവര മന്ത്രാർച്ചന നടത്തുക, നെയ്വിളക്ക് നടത്തുക എന്നിവ ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ മംഗല്യയോഗത്തിന് ഒരു തടസ്സങ്ങളുള്ളത് മാറിക്കിട്ടും. അടുത്തതായിട്ട് നമ്മുടെ ജാതകപ്രകാരം ജീവിതത്തിൽ കടബാധ്യത. അനീഷ് നമ്മൾ നോക്കിയില്ലായിരുന്നു. അനീഷിൻ്റെ നമ്മൾ നോക്കാൻ പോവാണ്. അനീഷ് കടബാധ്യത, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നില്ല, ജോലിക്ക് തടസ്സം, ടാക്സി ഡ്രൈവറാണ്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണമെന്നാണ് അനീഷ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം പ്രധാനമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജാതകപ്രകാരം എല്ലാവരുടെയും കാര്യം നമുക്ക് ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പം 100 കണക്കിന് ആളുകൾ മെസ്സേജ് അയക്കുകയും എല്ലാവരുടെയും കാര്യം നമുക്ക് നോക്കാൻ പറ്റാതാകുകയും ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളോട് വ്യക്തിപരമായ വിരോധമോ മറ്റൊരാളോട് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടോ അല്ല അവരുടെ കാര്യം നോക്കുന്നത്. ആരുടെയാണോ കാണുന്നത് ആ കാണുന്ന സമയത്തെടുത്ത് നോക്കുവാണ്. നമുക്കിനിയും ദിവസങ്ങളും സമയങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ പ്രശ്നം നോക്കി പരിഹാരം പറഞ്ഞു തരാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഇത് പണമുണ്ടാക്കുന്ന ഉപാധിയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പണം മേടിച്ചിട്ടേ ഇത് നോക്കാൻ ചെയ്യത്തുള്ളൂ. അങ്ങനെയല്ല ചെയ്യുന്നത്. അനീഷ് ഉത്രട്ടാതി 29/9/85 2:10 PM ആണ് പറഞ്ഞിരിക്കുന്നത്. കടബാധ്യത ജീവിതത്തിൽ ഉണ്ടാകുന്നു, ഉയർച്ച ഉണ്ടാകുന്നില്ല, ജോലിക്ക് തടസ്സം, ടാക്സി ഡ്രൈവറാണ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജാതകപ്രകാരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 39 വയസ്സ് 4 മാസമായിട്ടുണ്ട്. ശുക്രദശാകാലം എന്നാണ് നമ്മളിവിടെ നോക്കുമ്പം കാണുന്നത്. ശുക്രദശാകാലത്ത് താങ്കൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അത് കാര്യമായ എന്തെങ്കിലും കുടുംബപരമായ ദോഷങ്ങൾ ഉണ്ടാകണം. എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ പറയുന്നത്? കാരണം ശുക്രൻ താങ്കൾക്ക് യോഗകാരകനായിട്ട് അഷ്ടമഭാവത്തിൽ പോയി നിൽക്കുകയാണ്. അതും ഒരു ദോഷമാണ്. അപ്പം അതുകൂടാതെ പ്രധാന കാരണം താങ്കളുടെ ജാതകത്തിൽ തന്നെ ഉണ്ട്. താങ്കളുടെ ജാതകപ്രകാരം വ്യാഴം നീചഭാവത്തിൽ നിൽക്കുവാണ്. അപ്പോൾ 2 കൂട്ടം പരിഹാരമാണ് ചെയ്യേണ്ടത്. എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല ചാർത്തി ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തിയിട്ട് ശ്രീ സൂക്ത മന്ത്രാർച്ചന നടത്തിയിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് താങ്കൾക്ക് കയ്യിൽ സാമ്പത്തിക പുരോഗതി ഉണ്ട് എന്നെങ്കിൽ ഡയമണ്ട് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്, വജ്രം എന്ന് പറയും. ഈ വജ്രക്കല്ല് വലത് കൈയിലെ ചെറുവിരലിൽ മോതിരമായിട്ട് ധരിച്ചാൽ താങ്കൾക്ക് വളരെയധികം നല്ലതായിരിക്കും. താങ്കൾക്ക് എന്തെങ്കിലും ദക്ഷിണ പൈസ ബ്രാഹ്മണരാൾക്കുള്ളവർക്ക് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ദാനമായിട്ട് ചെയ്തു കഴിഞ്ഞാലും താങ്കൾക്ക് ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.
കർമ്മരാശിയിൽ കേതുണ്ട്. അതിനാൽ എല്ലാ മാസവും ഗണപതി ഹോമം നടത്തണം, നാഗപ്രീതിയും വരുത്തണം. ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നതിന് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ആരോഗ്യ പ്രശ്നവും അതുപോലെ തന്നെ ദുരിതങ്ങളും വരുന്നതിൻ്റെ പ്രധാന കാരണം താങ്കളുടെ ജാതകത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. താങ്കളുടെ കാര്യങ്ങൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വേണ്ടതുപോലെ ചെയ്യുക. അടുത്തതായിട്ട് വീട് വെക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുമിത വീട് വെക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം സുമിതയുടെ കാര്യം. അപ്പോൾ സുമിതയുടെ കാര്യം 1986 ഫെബ്രുവരി 8 തിരുവോണം നക്ഷത്രം, 2886 7:45 PM വീട് വെക്കാൻ യോഗമുണ്ടോ എന്നാണ് സുമിത ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 8/2/86 സമയം 7:45 PM. താങ്കളുടെ ജാതകപ്രകാരം നോക്കി വീട് വെക്കാൻ സമയമുണ്ടോ എന്ന് ചോദിക്കാൻ ഇപ്പോഴത്തെ സമയം എന്താണെന്ന് പറയാനും ഇപ്പോൾ താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് തടസ്സത്തിന് എന്ത് പരിഹാരം വേണമെന്നുമാണ് നമുക്ക് ജ്യോതിഷപ്രകാരം പറയാൻ പറ്റുന്നത്. താങ്കളുടെ ജാതകപ്രകാരം താങ്കൾ ജനിച്ചിരിക്കുന്നത് അമാവാസി ദിവസമാണ് ജനിച്ചിരിക്കുന്നത്, ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അമാവാസിയുടെ അന്ന് ജനിച്ചാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ജീവിതത്തിൽ കറുത്തവാവ് പോലെയായിരിക്കും താങ്കളുടെ ജീവിതവും, ഇരുണ്ടിരിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് താങ്കൾ ആദ്യം കാണേണ്ടത്. താങ്കൾ ചെയ്യേണ്ടത് പൗർണമി വ്രതം എടുക്കുക, അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. ഇപ്പം 39 വയസ്സുണ്ട്, താങ്കൾ വീടിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ദശാപഹാരം എന്ന് പറയുന്നത് വ്യാഴദശയിലെ ചന്ദ്രൻ്റെ അപഹാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 ഫെബ്രുവരി മാസം 23 വരെ ഇപ്പോൾ നല്ല ദോഷസമയമാണ് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ദശാപഹാരപ്രകാരം വ്യാഴദശ ആയതുകൊണ്ടും ചന്ദ്രൻ്റെ അപഹാരമായതുകൊണ്ടും താങ്കൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക, നാഗപ്രീതി വരുത്തുക, പുറ്റും മുട്ടയും സമർപ്പിക്കുക, വെള്ളപ്പൂ കൊണ്ട് തിങ്കളാഴ്ച ദിവസം ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി നടത്തുക, എല്ലാ വെളുത്തവാവിനും വ്രതമാചരിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട് വെക്കുന്നതിനുള്ള എല്ലാ അനുകൂലമായ ഭാവവും ഉണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് രൺഷിത്ത് 27/4/84. എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. രൺഷിത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. പൂരുരുട്ടാതി നക്ഷത്രം, സാമ്പത്തികം, ജോലി. പിന്നെ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ചങ്ങൻകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മഹാവിഷ്ണു ശിവക്ഷേത്രമാണ്. 2 വാതിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പുറത്ത് വിഷ്ണു, ഇപ്പുറത്ത് ശിവഭഗവാനുമാണ്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം, അതുപോലെ തന്നെ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, വിഷ്ണു പൂജ, തിലകഹോമം, പിതൃപൂജ, പിതൃബലി കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുരാതനമായിട്ടുള്ള പുണ്യപുരാതന ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരികയും അതുപോലെ തന്നെ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങൾ അതിനൊക്കെ അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്താണ് അപ്പം രൺഷിത്ത് പൂരുരുട്ടാതി, സാമ്പത്തികം, ജോലി, കടം എന്നിവയാണ് ചോദിച്ചിരിക്കുന്നത്. 40 വയസ്സോ 9 മാസമോ ഉണ്ട്. ഇപ്പോഴത്തെ ദശാകാലം എന്ന് പറഞ്ഞാൽ ബുധൻ്റെ ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരകാലം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിലവിലത്തെ അവസ്ഥ അനുസരിച്ച് ബുധൻ്റെ അപഹാരം നമുക്ക് 2028 ജനുവരി മാസം 10-ാം തീയതി വരെ ഈ ബുധൻ്റെ ദശാകാലം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴമുണ്ട്, 12-ാം ഭാവത്തിൽ ശുക്രനുണ്ട്. 12-ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുവാണ്, ശനി ഉച്ചരാശിയിൽ നിൽക്കുവാണ്. പ്രധാനമായിട്ടും നല്ല ജാതകമാണ് താങ്കൾക്ക്. പിന്നെ സാമ്പത്തികവും തൊഴിലും എന്തുകൊണ്ടാണ് പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ളത് കുടുംബ പ്രശ്നം വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. കാരണം നല്ല ജാതകമാണെന്നും സമയം ജാതകപ്രകാരം ഇപ്പോഴത്തെ സമയം ബുധൻ്റെ ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ബുധൻ്റെ ദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരമാണ് താങ്കൾക്ക് ഇപ്പോൾ ദോഷമായിട്ട് നിൽക്കുന്നത്. കാരണം ബുധൻ 3ഉം 6ഉം ഭാവാധിപത്യം വഹിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഓജരാശിയിൽ നിൽക്കുന്ന ബുധനായതുകൊണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി തുളസിമാലയും ഭാഗ്യസൂക്തവും നടത്തുക. എല്ലാ ബുധനാഴ്ചയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. സാമ്പത്തികം പരമായിട്ടുള്ള 2ാം ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. സ്വദേശം വിട്ടുള്ള തൊഴിലുകൾ നോക്കിയാൽ നല്ലതായിരിക്കും എന്നും ജാതകപ്രകാരം കാണിക്കുന്നുണ്ട്. ശുക്രൻ 12ൽ നിൽക്കുന്നതുകൊണ്ട് പുറകിലുള്ള ധനം, കാണാമറയത്തുള്ള ധനം കിട്ടും. അതിനുള്ള യോഗമാണ് താങ്കളുടെ ജാതകപ്രകാരം കാണുന്നത്. ജാതകം നല്ലതാണ്. 9ാം ഭാവത്തിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽപ്പുണ്ട്. ശനി ഉച്ചരാശിയിൽ 7ാം ഭാവത്തിൽ നിൽപ്പുണ്ട്. 12ൽ ശുക്രൻ ബലവാനായിട്ട് നിൽപ്പുണ്ട്. ജാതകം നല്ലതാണ്. ഉച്ചരാശിയിൽ ആദിത്യം നിൽപ്പുണ്ട്. അപ്പോൾ പൊതുവേ
ജാതകത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം കൂടെ മത്സരിക്കുകയായിരിക്കും താങ്കളുടെ പ്രശ്നങ്ങൾ. അപ്പം പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ലൈവ് ഇൻസ്റ്റാഗ്രാമിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സഹോദരി. ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ബേബി നോക്കണ്ട. ബേബി തിരുവാതിര നക്ഷത്രം, അത് കബഡി പ്രശ്നം വെച്ച് നോക്കേണ്ട. അതാണ് 1960 സെപ്റ്റംബർ 19 6:07 ഭാഗ്യം കിട്ടിയ സ്ഥലം വിറ്റുപോകുമോ എന്നറിയാനാണ്, കുടുംബത്തിൽ കഷ്ടതകൾ മാറുമോ എന്നറിയാനാണ് ബേബി ചോദിച്ചിട്ടുള്ളത്. അപ്പം ബേബിയുടെ ഈ കാര്യം നമുക്ക് ജനിച്ച സമയം വെച്ചുകൊണ്ട് ബേബിയുടെ കാര്യം നോക്കിയാൽ അറിയാനൊക്കത്തില്ല. ഭാഗ്യം കിട്ടിയ സ്ഥലം വിറ്റുപോകുമോ എന്ന് ചോദിച്ചാൽ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഭാഗം കിട്ടിയ സ്ഥലമായിരിക്കും. ഓക്കെ, ഭാഗം കിട്ടിയ സ്ഥലം വിറ്റുപോകുമോ എന്ന് അറിയാനായിട്ടാണ് ചോദിക്കുന്നത്. കുടുംബത്തിൻ്റെ ഭാഗം കിട്ടിയതാണെങ്കിൽ എൻ്റെ അഭിപ്രായം അനുസരിച്ച് വിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ 10% നാഗപ്രീതിക്കായിട്ട് വേണ്ടി നിങ്ങളതിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കുടുംബത്തിലെ കഷ്ടതകൾ മാറുന്നതിന് വേണ്ടിയിട്ട് ജാതകപ്രകാരം തിരുവാതിര ചോദിച്ചതേം രാഹുർദശേനാണ് താങ്കൾ ജനിച്ചിട്ടുള്ളത്. നാഗദൈവങ്ങൾക്ക് പുറ്റുമുട്ട സമർപ്പിക്കുക. നാഗങ്ങൾക്ക് എല്ലാ മാസവും കരിക്ക്, പാല്, പനിനീര് എല്ലാം വെച്ച് അഭിഷേകം ചെയ്ത് മഞ്ഞൾപ്പൊടി ചാർത്തിക്കൊണ്ട് മാല ചാർത്തിക്കൊണ്ട് പാൽപ്പായസം നിവേദിച്ച് പ്രാർത്ഥിച്ചാൽ താങ്കളുടെ ഭാഗ്യക്കേടുകൾ വിട്ടൊഴിഞ്ഞു മാറുകയും കഷ്ടതകൾ വിട്ടൊഴിഞ്ഞു മാറുകയും ചെയ്യും. ഭാഗം കിട്ടിയ സ്ഥലം വിറ്റ് പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കുക. നമ്മുടെ പേര് കൊണ്ട് അത് വിറ്റു എന്നൊരു പേര് വരുത്താതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് താങ്കളുടെ ജ്യോതിഷപ്രകാരം എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ശ്രീദേവി 6/3/78 ശ്രീദേവി 6/3/78 തിരുവോണ നക്ഷത്രം, തൃശ്ശൂർ ജില്ലയിൽ. ജോലി, സാമ്പത്തികം, വീട് വെക്കാൻ പറ്റുമോ, കുട്ടികളുടെ ജോലിക്കാരിയൊക്കെ അറിയാനാണ് എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ഡേറ്റ് കൊടുത്തിട്ട് താങ്കളുടെ ഡേറ്റ് കൊടുത്തിട്ട് കുട്ടികളുടെ അറിയാൻ പറ്റത്തില്ല. താങ്കളുടെ ജോലി, സാമ്പത്തികം, വീട് വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് താങ്കളുടെ സമയം എന്താണെന്ന് നോക്കി പറഞ്ഞു തരാം. ഞാനിവിടെ പറയുന്നത് അടിച്ചോണം, അതിന് വേണ്ടിയിട്ട് അത് കാണിച്ചു തരും നിന്നെ കേട്ടോ. 6/3/78 2:55 PM ജനിച്ചിട്ടുള്ളത് ശ്രീദേവി. അപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 പേര് നിങ്ങൾ ഇരിപ്പില്ലയോ, 4 പേരുടെ ചേർന്ന് ചെയ്യാനാണ് അത് പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ പുറക്കാടാണ് താങ്കളുടെ ജനനം എന്ന് പറയുന്നുണ്ട്. താങ്കളുടെ സമയം നോക്കി പറഞ്ഞു തരാം. ഒരാളുടെ ജാതകം നോക്കിയിട്ട് അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ അതിനൊക്കെ ഒരുപാട് സമയങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. ഏതൊരു ജ്യോത്സ്യന്മാർക്കാണെങ്കിലും ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ സമയപ്രകാരം 6/3/78 താങ്കളുടെ തിരുവോണ നക്ഷത്രം 2:55 PM ജനിച്ചിട്ടുള്ള നമ്മളുടെ സമയം പറഞ്ഞു തരാം. ഇപ്പോഴത്തെ ജാതകപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത് നക്ഷത്രം തിരുവോണ നക്ഷത്രം. ഇപ്പോഴത്തെ സമയം 46 വയസ്സ് 11 മാസം 47 വയസ്സാകാൻ പോവുകയാണ് വരുന്ന മാർച്ച് 6-ാം തീയതി. ഇപ്പം ശനി ദശയിലെ ശനിയുടെ അപഹാരകാലം എന്നാണ് ജ്യോതിഷം നോക്കുമ്പോൾ കാണുന്നത്. അമ്മേൻ്റെ നോക്കിക്ക്. ശനി ജാതകപ്രകാരം 3-ാം ഭാവത്തിൽ നിൽക്കുകയും ലഗ്നത്തിൽ വ്യാഴവും ചൊവ്വയും നിൽക്കുന്ന ഒരു ജാതകക്കാരിയാണ് എന്ന് കാണിക്കുന്നുണ്ട്. കർമ്മഭാവത്തിൽ കേതുവുണ്ട്. അപ്പോൾ താങ്കളുടെ ജോലിപ്രകാരം ശുക്രനും കേതുവായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാ മാസവും ഗണപതി ഹോമം നടത്തിയിട്ട് നാളികേരം അടിക്കുകയും കറുകമാല ചാർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജാതകപ്രകാരമുള്ള ദോഷം മാറിക്കിട്ടുകയും തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാണുന്നുണ്ട്. ശനി ദശാകാലമായതുകൊണ്ട് ശനി ദശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനി ജാതകപ്രകാരം 2043 ആണ്ട് വരെ താങ്കൾക്ക് ശനി ദശാകാലം ഉള്ളതുകൊണ്ട് ശനി ജാതകപ്രകാരം നിൽക്കുന്ന രാശിപ്രകാരം ഓജരാശിയിൽ നിൽക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം നടത്തുക, വെറ്റിലമാല ചാർത്തുക, കുങ്കുമാർച്ചന നടത്തുക, അവിടെ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക. അതുപോലെ ശ്രീരാമജയം എന്ന് പേപ്പറിൽ ഒരു 108 തവണ വീതം മാസത്തിലൊരിക്കൽ എഴുതി അവിടെ മാല ചാർത്തിയാലൊക്കെ നല്ലതായിരിക്കും എന്ന് പറയാനുണ്ട്. അപ്പം വീട് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഇപ്പോഴത്തെ അപഹാരപ്രകാരം ജാതകത്തിൽ 4-ാം ഭാവത്തിൽ നാഗമാണ് നിൽക്കുന്നത്. അപ്പോൾ നാഗപ്രീതി വരുത്തിയാൽ വീട് വെക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാഗദൈവങ്ങൾക്ക് പ്രീതി വരുത്തുന്നതിന് പുറ്റുമുട്ട സമർപ്പിക്കുക, മഞ്ഞൾപ്പൊടി, എണ്ണ, കർപ്പൂരം, ചന്ദനത്തിരി വഴിപാട് നടത്തുക, നാഗദൈവങ്ങൾക്ക് അഭിഷേകം നടത്തുക. എന്താണോ നമുക്ക് യഥാശക്തി ചെയ്യാൻ പറ്റും, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് യഥാശക്തിയായിട്ട് എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതിയുള്ള ഒരാളാണെങ്കിൽ മാസത്തിൽ ഒരു 500 രൂപ മുടക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഒരു പാല്, കരിക്ക്, പനിനീരൊക്കെ വെച്ച് അഭിഷേകമൊക്കെ ചെയ്തിട്ട് അവിടെ ഒരു നിവേദ്യം പാൽപ്പായസമൊക്കെ നിവേദിച്ച് കഴിഞ്ഞോ ഉറപ്പായിട്ടും വീട് വെക്കാൻ പറ്റും. അപ്പോൾ സാമ്പത്തിക സ്ഥിതി നമുക്ക് അഭിവൃദ്ധി വരുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം നടത്തുക.
അടുത്തതായിട്ട് ഫോണെടുത്തു. സനിൽകുമാർ 15/1/78 2:15 PM. എപ്പോൾ നല്ല സമയമാണോ, ദോഷമുണ്ടോ, പരിഹാരം, നക്ഷത്രം രേവതി നക്ഷത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിനകത്ത് നോട്ടിഫിക്കേഷൻ കണ്ടിരുന്നിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. 15/1/78 2:15 PM. താങ്കൾ നക്ഷത്രം രേവതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് നിലവിൽ 7 കണ്ടകാല ശനിയും അതുപോലെ തന്നെ കണ്ടകശനിയുടെ ഒരു സമയം നടക്കുന്നുണ്ട്. 3-ാം ഭാവത്തിൽ വ്യാഴം നടക്കുകയാണ്. വ്യാഴം സഞ്ചരിക്കുന്ന 3-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഈ വരുന്ന മെയ് മാസത്തിൽ താങ്കൾക്ക് സമയം മാറാൻ പോവുകയാണ്. ആയി കഴിയുമ്പോൾ ആയി എന്ന് പറഞ്ഞ് തരണം കേട്ടോ. ഇപ്പം 47 വയസ്സും 1 മാസവും ആയിട്ടുണ്ട്. താങ്കൾക്ക് ചന്ദ്രദശയാണെന്നും അതിൽ ശനിയുടെ അപഹാരകാലമാണ് എന്നാണ് ഇപ്പം നിലവിൽ നോക്കുമ്പോൾ കാണിക്കുന്നത്. ജാതകപ്രകാരം ചന്ദ്രൻ 11-ാം ഭാവത്തിൽ കേതുവിനോടുകൂടി യോഗം ചേർന്ന് നിൽക്കുന്നുണ്ട്. സമയം അത്ര ഗുണകരമല്ല എന്നാണ് പറയുന്നത്. താങ്കൾക്ക് പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും നേരിട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് തൊഴിൽപരമായിട്ട് പറയാനുള്ളത്. ഇപ്പോഴത്തെ ദോഷസമയമാണോ ചോദിച്ചാൽ അതേ ദോഷസമയമാണ് എന്നാണ് കാണിക്കുന്നത്. ചന്ദ്രദശാകാലം നമുക്ക് തീരാൻ 2030 വരെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രൻ ദശാകാലം നമുക്ക് പരിഹാരമാകുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ കുടുംബക്ഷേത്ര ദർശനം എല്ലാ മാസവും നടത്തിയിട്ട് പുഷ്പാഞ്ജലി, മാല, പായസം പോലുള്ള വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ കേതുവിനോട് യോഗം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് എല്ലാ മാസവും ഗണപതി ഹോമം ചെയ്യുക. നാഗപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചന്ദ്രദശാകാലം ഇച്ചിരി ദോഷസ്ഥാനത്താണ് താങ്കൾക്ക് നിൽക്കുന്നത്. മാനസികമായിട്ടുള്ള അലട്ടുകളും ടെൻഷനുകളും കടബാധ്യതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം അതൊന്ന് പരിഹാരമാകുന്നതിന് വേണ്ടിയുള്ള പരിഹാരം ചെയ്യണം. താങ്കളുടെ കാര്യം ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് 19/12/1992 7:23 PM. നക്ഷത്രം ചോതി ശ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ആവശ്യത്തെക്കുറിച്ചാണ് അറിയേണ്ടത് എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. താങ്കളുടെ സമയം ലൈവിൽ നോക്കാൻ വേണ്ടി എടുത്തപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചുള്ളതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങളൊരാൾ 1992 ഡിസംബർ മാസം 19-ാം തീയതി 7:23 PM ജനിച്ചു എന്ന് ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ നക്ഷത്രം പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുകൂടെ പറയണം. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 12 ഭാവങ്ങളുണ്ട്. ധനഭാവം, ലഗ്നഭാവം, ആരോഗ്യം, വിവാഹം, സന്താനങ്ങൾ, ശത്രു, രോഗം, കർമ്മം, തൊഴിൽ, ഭാഗ്യം, ലാഭം, നഷ്ടം, ഇങ്ങനെയുള്ള 12 ഭാവങ്ങളെക്കുറിച്ച് ഏത് ഭാവത്തെക്കുറിച്ചാണ് താങ്കൾക്ക് അറിയേണ്ടത് എന്ന് പറയണം. ഇപ്പം നമ്മളത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. 12 ഭാവം നോക്കി പറയണമെന്നൊരു പറ്റും, നിസ്സാരമായിട്ട് പറ്റും. പക്ഷേ ഇത് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ ആ ഭാവത്തെക്കുറിച്ച് മാത്രം നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ശ്യാമിൻ്റെ കാര്യം എടുത്തപ്പോൾ അതങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അത് പറ്റാൻ പോയത്. താങ്കൾ അടുത്ത പ്രാവശ്യം വീണ്ടും മെസ്സേജ് അയയ്ക്കുക. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ആളുടെ കാര്യം നമ്മൾ നോക്കാൻ പോവാണ്. സുകന്യ 1993 നവംബർ മാസം 20 2:15 അവിട്ട നക്ഷത്രം. ജോലിയുടെ കാര്യം, മാരേജ് ലൈഫിനെ കുറിച്ചും അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാരേജ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദരി. വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഭർത്താവിൻ്റെ ഡേറ്റൊക്കെ ഇതിനകത്ത് വേണമായിരുന്നു, അല്ലെങ്കിൽ ടൈമൊക്കെ വേണമായിരുന്നു. കല്യാണം കഴിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്, അതായത് പ്രൊഫൈൽ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സുകന്യയുടെ പറയുവാണ് മാരേജ് ലൈഫ് എങ്ങനെ വരും, ജോലിയുടെ കാര്യമൊക്കെ അറിയണമെന്ന് പറയുന്നുണ്ട്. 93 നവംബർ മാസം 20 2:15 PM. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിട്ട നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. മകേരം ചിത്തിര അവിട്ടം ചൊവ്വാദശയിലാണ് സഹോദരി ജനിച്ചിട്ടുള്ളത്. ജോലിയുടെ കാര്യമാണ് പറയുന്നത്. എന്ത് ജോലിക്കാണ് താങ്കൾ ശ്രമിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. മാരേജ് ലൈഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും താങ്കൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ സുകന്യ എന്ന് പറയുമ്പോൾ സുകന്യയുടെ കാര്യം നമ്മൾ ലൈവിൽ പറഞ്ഞാലും സുകന്യയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല മറ്റുള്ളവർ. അതുകൊണ്ട് താങ്കളുടെ കാര്യം എനിക്ക് വാട്സപ്പിൽ എനിക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമായിരുന്നു കൃത്യമായിട്ട്. ഇപ്പോൾ താങ്കളുടെ സമയം പ്രകാരം ഞാൻ പറഞ്ഞുതരാം. 31 വയസ്സ് 2 മാസമാണ്. വ്യാഴദശയിൽ കേതുവിൻ്റെ അപഹാരമാണ്. 2025 ഏപ്രിൽ മാസം 16 വരെ താങ്കൾക്ക് നല്ല ദോഷസമയമാണെന്നാണ് ഇപ്പോൾ ജാതകപ്രകാരം കാണിക്കുന്നത്. 2025 ഏപ്രിൽ 16 കഴിയുമ്പോൾ സമയത്തിന് മാറ്റം വരും. അപ്പോൾ ജാതകപ്രകാരം 7-ാം ഭാവാധിപനായിട്ടുള്ളത് ജാതകപ്രകാരം 7-ാം ഭാവത്തിൽ ബുധൻ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മംഗല്യദോഷം കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മംഗല്യ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും അതിനകത്ത് പറയുന്നുണ്ട്. തൊഴിൽപരമായിട്ട് നമ്മൾ ജ്യോതിഷപരമായിട്ട് താങ്കളുടെ സമയം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിലാണ് താങ്കൾക്ക് നല്ലത് എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. താങ്കൾ അതിനകത്ത് പഠിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഫാർമസി ഉണ്ട്, നേഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടറുണ്ട്,
എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട്, വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയുന്നുണ്ട്, സ്വയം തൊഴിൽ പറയുന്നുണ്ട്, IT പറയുന്നുണ്ട്, ബിസിനസ് പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ മാനേജ്മെന്റ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ തുണിയുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരം പറയുന്നുണ്ട്, തയ്യൽ പറയുന്നുണ്ട്, സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സമയം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. വ്യാഴദശയിൽ കേതുവിൻ്റെ അപഹാരമാണ്. അപ്പോൾ വ്യാഴപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുകയും ഗണപതി ഹോമം 4 മാസം അടുപ്പിച്ച് നടത്തുകയും ചെയ്യുക. അത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആളുടെ കാര്യം നമുക്ക് നോക്കാം. ജാതകം നോക്കാൻ രാഹുൽ ഉത്രട്ടാതി 22/10/91 4:50 AM. ഇപ്പോൾ ശുക്രദശയാണ്, പക്ഷേ ഗുണം കിട്ടുന്നില്ല, വിദേശത്താണ്, പ്രൊമോഷൻ സാധ്യതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിവിടെ നോക്കിയിട്ട് പറയാം. 22/10/91 4:50 AM ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പം ഒരുപാട് പേര് നമുക്കിതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ലൈവിന് താഴെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ ഒരു പ്രയാസം വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മേപ്പോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. അതുകൂടാതെ ആരാണ് ഇത് കാണുന്നത്, എവിടെ നിന്നാണ് ഇത് കാണുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അയക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശിവനാഥൻ പൂരട്ടാതി ഇപ്പോൾ കാണുന്നുണ്ട്. ശിവനാഥൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാനായിട്ട് ശിവനാഥൻ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ശിവനാഥൻ എനിക്ക് സ്ഥിരമായിട്ട് പൂജയ്ക്ക് തരുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു പേര് വായിച്ചിട്ട്. അപ്പോൾ 7/3/79 മാത്രമേ ഉടനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടൈമും കൂടെ ചേർത്ത് എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് നാളെ നമുക്ക് ഉച്ചയ്ക്ക് പറഞ്ഞുതരാം. അപ്പം ജാതകം നോക്കാൻ രാഹുൽ ഉത്രട്ടാതി 22/10/91 4:50 AM. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. സ്ഥിരമായിട്ട് ലൈവ് വന്ന് ജ്യോതിഷം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആളുകൾ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത് തിരുമേനി നമ്മുടെ കാര്യങ്ങളൊക്കെ ലൈവിൽ കൂടെ പറഞ്ഞ് നാട്ടുകാരെല്ലാവരും അറിയുമോ എന്നൊരു ഭയം ചില ആളുകൾക്കുണ്ട്. അവരറിയുന്നില്ലല്ലോ ഇതെന്താണ്. ഇപ്പോൾ രാഹുൽ ഉത്രട്ടാതി എന്ന് പറഞ്ഞാൽ രാഹുലിനെ ആർക്കറിയാനാണ്? ഇതിനകത്തുള്ള രാഹുൽ എന്ന് പറഞ്ഞിട്ട് ആൾ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ജ്യോതിഷമെല്ലാം ലൈവിൽ കൂടെ ഉള്ള ജ്യോതിഷമല്ല. നമുക്ക് ഫോണിൽ കൂടെ നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ലെറ്റർ പാഡിനകത്ത് എഴുതി തരുന്ന ജ്യോതിഷം, കബഡി പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം അതുകൂടാതെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ദേവപ്രശ്നമൊക്കെ വെക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം അവരെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം പറയും. അപ്പം വിഷ്ണു നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുഹൃത്തുണ്ട്, കാരക്കാട്ടില്ലം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പ്രശസ്തനായിട്ടുള്ള ജ്യോതിഷനുണ്ട്. അദ്ദേഹത്തിനോടൊക്കെ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംശയം പൂജാതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് മറ്റുള്ളവരോടൊക്കെ ഉപദേശം കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേ നോക്കിയിട്ടാണ്. അപ്പം നിങ്ങൾ ലൈവിൽ വരുന്ന ഈ കാര്യങ്ങൾ പറയാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് എല്ലാം തിരുമേനി ലൈവ് പറഞ്ഞിട്ട് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയുമോ എന്നൊരു സംശയം ചില ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയല്ല. 22/10/91 4:50 AM ജനിച്ചിരിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രം, വിദേശത്താണ്. പ്രൊമോഷൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് ശുക്രദശയാണെന്നും അതിലെ രാഹുവിൻ്റെ അപഹാരകാലമാണ് എന്നാണ് പ്രതിവിൽ കാണുന്നത്. അപ്പം ജ്യോതിഷപ്രകാരം ഇദ്ദേഹത്തിൻ്റെ ദശാപഹാരപ്രകാരം ശുക്രൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ജാതകത്തിൽ 12-ലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പം വളരെയധികം നല്ലതാണെന്നും പ്രൊമോഷൻ സാധ്യതയുണ്ടെന്നും വ്യാഴത്തോടുകൂടി യോഗം ചേർന്ന് 12-ൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. ശുക്രനും വ്യാഴവും പരസ്പര ശത്രുതയുള്ള ഒരു ഗ്രഹമാണ്. അത് രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു രാശിയിൽ 12-ൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. താങ്കൾക്കിപ്പം നിലവിൽ ശുക്രദശാകാലമായതുകൊണ്ടും 2-ാം ഭാവാധിപതി ലഗ്നാധിപനായിട്ട് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ നീചഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം നിലവിൽ ഇദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ സാധ്യതയായിട്ട് ശുക്രന് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ശ്രീസൂക്ത മന്ത്ര അർച്ചന നടത്തുക, നാഗപ്രീതി വരുത്തുന്നതിന് 100 പാലും നടത്തുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന, പാൽപ്പായസം, നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ നടത്തുക. ഇപ്പോൾ ഗുണം കിട്ടുന്നില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുക്രൻ ജാതകത്തിൽ 12-ാം ഭാവത്തിലാണ് താങ്കൾക്ക് നിൽക്കുന്നത്. 3-6-12 ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകുകയും അവരുടെ ഫലം കിട്ടാതെ വരികയും ചെയ്യും. താങ്കൾക്ക് ഡയമണ്ട് സ്റ്റോൺ ഞാൻ നിർദ്ദേശിക്കുന്നുണ്ട്. 10 സെൻറ്റിൽ കുറയാത്ത ഒരു ഡയമണ്ട് സ്റ്റോൺ മോതിരമാക്കിയിട്ട് വലത് കൈയിലെ ചെറുവിരലിൽ ധരിക്കാവുന്നവരിൽ വളരെയധികം നല്ലതായിരിക്കും എന്ന് ജ്യോതിഷപരമായിട്ട് താങ്കൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് ചെയ്താൽ ഇപ്പോഴത്തെ ശുക്രൻ്റെ ദശാകാലം തീരുന്ന എന്നാണെന്ന് പറഞ്ഞുതരാം. 2037 ജൂൺ മാസം വരെ ശുക്രനുണ്ട്. ശുക്രൻ 12-ൽ നിൽക്കുന്നതുകൊണ്ടാണ് താങ്കൾക്ക് ഫലം കിട്ടാത്തത്. അപ്പം ശുക്രനെ അനുകൂലമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് പിടിച്ചോ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ശ്യാംപ്രകാശിൻ്റെ കാര്യമാണ്. കടങ്ങൾ തീരുന്നില്ല, ശത്രുദോഷം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശത്രുദോഷം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈവിൽ
ശത്രുദോഷമുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവിൽ നോക്കുമ്പോൾ ശത്രുദോഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് പറയാനൊക്കത്തില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23/8/87 4:30 PM ഇദ്ദേഹത്തിൻ്റെ സമയം പറഞ്ഞു തരാം. 23/8/87 4:30 PM. ശത്രുദോഷ പരിഹാരമായിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഭദ്രകാളി പൂജ, അതുപോലെ തന്നെ കുരുതി പുഷ്പാഞ്ജലി പോലുള്ളത് താങ്കൾക്ക് വേണ്ടി മാത്രമായിട്ട് താങ്കളുടെ വീട്ടിൽ വെച്ച് നടത്തിയിട്ട് താങ്കളുടെ വീട് എവിടെയാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നൊക്കെ ആ പൂജകൾ, ഞാൻ വരുന്നില്ല, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് ആൾക്കാരുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു അഘോര ഹോമം അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയുടെ പൂജയും കുരുതി പുഷ്പാഞ്ജലിയും നടത്തിക്കൊണ്ട് ദോഷങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അമ്മ എന്തേ നോക്കുക എന്തേ ഇമ്മയെ ഇടുവാ ഇതയ്യോ അവിടെ അപ്പം ഞാനിങ്ങനെ ഒരു ക്ഷേത്രത്തിലിരിക്കുവാണ്. അപ്പം രാത്രി 9:56 10 മണിയായല്ലോ. അപ്പോൾ ഇതൊരു പുരാതനമായിട്ടുള്ളൊരു കാവൊക്കെ ഉൾപ്പെടുന്നൊരു വലിയ ക്ഷേത്രമാണ്. ഇവിടെ യക്ഷിയമ്മയൊക്കെ ഉള്ള അമ്പലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ രാത്രിയിൽ ഇരിക്കുമ്പം സൂക്ഷിക്കണം. ഞാനും കുടുംബമായിട്ടൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഒരു ജ്യോത്സ്യൻ ഇപ്പുറത്തിരിപ്പുണ്ട്. അദ്ദേഹമാണ് ഇതിന് നമ്മുടെ അസിസ്റ്റൻറ്റ്. അപ്പോൾ ശ്യാംപ്രകാശിൻ്റെ കാര്യം 1987 4:30 PM ഇദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിന്നെ വിളിക്കുവാണെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു നമ്പർ തരാം. അദ്ദേഹം വന്നിട്ട് താങ്കൾക്ക് ഈ പറഞ്ഞ അഘോരഹോമം അതുപോലെ തന്നെ കുരുതി പുഷ്പാഞ്ജലി ചെയ്തു കഴിഞ്ഞാൽ ശത്രുദോഷം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറുകയും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുകയും ചെയ്യും. ഇപ്പോഴത്തെ സമയം നോക്കിയായിരുന്നു 23/8/1987 4:30 PM ജനിച്ചിരിക്കുന്നു. ആയില്യ നക്ഷത്രമാണെന്നാണോ കാണിക്കുന്നത് അല്ലേ? 23/8/87 ആയില്യമാണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. അപ്പോൾ 4:30 PM ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അമാവാസിയുടെ അന്നാണ് ജനിച്ചിരിക്കുന്നത്. അമാവാസിയുടെ അന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ജീവിതകാലത്തിൽ എപ്പോഴും ഒരു നിരാശയും അതുപോലെ തന്നെ ജീവിത വിജയ തടസ്സവും അതുപോലെ തന്നെ അമാവാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഏത് വിധത്തിലുള്ള ദുരിതവും ദൃഷ്ടിദോഷം വരെ ഏൽക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയുന്നത്. ഇപ്പം ആദിത്യ ദശയിൽ ശനിയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അത് 2027 ജൂൺ മാസം 16 വരെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ആദിത്യൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ജാതകത്തിൽ ലഗ്നാധിപൻ ആരാണ് നോക്കട്ടെ. ലഗ്നാധിപൻ ശനിയാണ്. ആദിത്യൻ അഷ്ടമഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന നടത്തുക, കൂളത്തുമാല ചാർത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ശത്രുദോഷം ഉണ്ടോ എന്ന് നമുക്ക് ജ്യോതിഷപരമായിട്ട് താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശത്രുദോഷം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് എന്താണ് പറയുന്നത്, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ശത്രു സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ നമുക്ക് ബാധിക്കണമെങ്കിൽ മറ്റൊരാളുടെ ദുർമന്ത്രവാദാഭിചാര ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് താങ്കളുടെ ജനനസമയം വെച്ചുകൊണ്ട് നോക്കിയിട്ട് പറയാനൊക്കത്തില്ല. അപ്പോൾ അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ സമയം 10 മണിയാവുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. നിങ്ങളാരും എന്നോട് വിരോധപ്പെടരുത്. കാരണം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സുകൾ അൺഫോളോ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് പ്രയാസമില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് വിരോധമില്ല. നിങ്ങൾ ആരാണ് മെസ്സേജ് അയക്കുന്നതെന്നും എവിടെ നിന്നാണ് മെസ്സേജ് അയക്കുന്നതെന്നും ഇപ്പോൾ ആരാണെന്നൊന്നും നമുക്കറിയാനൊക്കത്തില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പേര് മാത്രമേ നമുക്കുള്ളൂ. അപ്പം ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയാതിരിക്കുന്നു എന്നുള്ള എനിക്കറിയാം. പക്ഷേ അത് നമുക്കറിയാം, ഒരു 500 മെസ്സേജോളം ഇതിനകത്ത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾക്ക് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ്ട് കണ്ടോ കണ്ടോ, ഇത്രയും പേരും അവരുടെ ആവശ്യം അറിയിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുവാണ്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും പേരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് പറയാനൊരു പ്രയാസം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ജാതകപ്രകാരം ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വാ, എവിടെ വലിയകുളങ്ങരയാണോ? വലിയകുളങ്ങരയിലാണോ? അമ്പലശ്ശേരി അമ്പലം. ഞാൻ ചെറിയ ജ്യോതിഷ പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈവ് നടന്നുകൊണ്ടിരിക്കുക.
സമയത്തിനാണ് വന്നത്? കറക്റ്റ് സമയത്തിനാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിപ്പം സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നാളെ നമുക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് ലൈവ് വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരുപാട് രാത്രിയായി, രാത്രി 10 മണിയായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നാളെ വിവരങ്ങളെല്ലാം നോക്കിയിട്ട് പറയാം. എല്ലാവരും ക്ഷമിക്കുക. ആരുടെയെങ്കിലും കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമാണെന്ന് വിചാരിക്കാതിരിക്കുക. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നാളെ തന്നെ നോക്കിയിട്ട് കഴിവിൻ്റെ പരമാവധി ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ ജ്യോതിഷം പറയാൻ പറ്റും. എല്ലാവരും സഹകരിക്കുക. നന്ദി.